Hello everyone. Today we are honored to have with us Ms. Nurjahan, a dedicated researcher focusing on women's culture in Kerala. Originally from Arikod, now she is based in Calicut for her professional pursuits. With her deep passion for understanding the voices, struggles, and contributions of women in Kerala, she continues to highlight their invaluable role in shaping family, education, and cultural preservation. In this conversation, she will guide us throughout provoking questions that will bring out both personal stories and broader perspectives on the evolving role of women in Kerala. So, welcome, ma'am. Could you please tell us a little about yourself and your family and how you are connected to Arikot? So, എൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഇപ്പോൾ ബേസിക്കലി എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഞാനും രണ്ട് കുട്ടികളും ഹസ്ബൻഡും അടങ്ങുന്ന ഫാമിലിയാണ്. ഹസ്ബൻഡ് ഗൾഫിലാണ്, മക്കൾ രണ്ടുപേരും ചെറുതാണ്. ഓക്കെ. പിന്നെ എൻ്റെ പെറ്റേണൽ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ ഫാദറും മദറും പിന്നെ എനിക്ക് രണ്ട് സിബ്ലിങ്സ് ഉണ്ട്. അവർ രണ്ടുപേരും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്, പക്ഷെ രണ്ടുപേരും ഡിഫറെൻറ്റ് കൺട്രീസിലാണ്. അപ്പം ഞാൻ മാത്രമാണ് ഇവിടെ ഉള്ളൂ. ഫാദറും മദറും രണ്ടുപേരും റിട്ടയർഡ് എംപ്ലോയീസ് ആണ്. രണ്ടുപേരും ഗവൺമെൻറ് ടീച്ചേഴ്സ് ആയിരുന്നു, അവരിപ്പോൾ റിട്ടയർഡ്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അവർ തൃപ്പനച്ചി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അവരുടെ ഹസ്ബൻഡിൻ്റെ പിന്നെ 4 സിബ്ലിങ്സും ഉപ്പയും ഉമ്മയും അടങ്ങണ ഫാമിലിയാണുള്ളത്. സോ ഇതാണ് അബൌട്ട് ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് അരീക്കോടുമായിട്ട് കണക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ക്വസ്റ്റ്യൻ ലൈക്ക് എങ്ങനെ നമ്മളെ ബിലോങ്ങിങ്നെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അരീക്കോട്ടുകാരിയാണ് എന്ന് പറയുന്നതിൽ ഞാൻ വിചാരിക്കണ എനിക്ക് അതൊരു പ്രിവിലേജും കൂടിയാണ് എന്നുള്ളതാണ്. അതായത് ഞാൻ പല ദേശങ്ങളിലും പോയിട്ട് വിദ്യാഭ്യാസത്തിനാണെങ്കിലും പല സംഗതികൾക്കാണെങ്കിലും പോവാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ഈ അരീക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിന് നമ്മുടെ ഒരു വിദ്യാഭ്യാസ നവോത്ഥാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല അതിനൊരു പ്ലേസ് ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും പല സ്ഥലങ്ങളിലും പോയാലും നമ്മളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ അരീക്കോട്ടുകാരിയാന്ന് പറയുമ്പോൾ ആ പ്ലേസിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു കാരണം അതാണ്. അത് ഒരു കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അരീക്കോട്ടുകാരി ആയത് എൻ്റെ ഒരു പ്രിവിലേജ് ആണ് പല കാര്യങ്ങൾക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എന്താ വെച്ചാൽ, അരീക്കോടിൻ്റെതായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ട്. അത് നമുക്ക് അരീക്കോടിന്റെ അപ്പുറത്തേക്കൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കല്യാണം കഴിച്ച വീട് ഇവിടെ ആയതുകൊണ്ട്, തൃപ്പഞ്ചി ആയതുകൊണ്ട് അതൊരു ഔട്ട്സ്കേർട്ട് അരീക്കോടാണ്. അപ്പൊ അവിടെയുള്ള കൾച്ചറും ഇവിടെയുള്ള കൾച്ചറും തമ്മിൽ ഈ ഡിഫറൻസ് അതെല്ലാ സ്ഥലവും ഉണ്ടായിരിക്കും. അപ്പൊ ഈ അരീക്കോടിന്റെ കൾച്ചർ എന്ന് പറയുന്നത് ഈ കുറെ കാലമായിട്ട് എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷനും ഒരു സ്ഥലവും എല്ലാ ഹൗസ് ഹോൾഡിലും തന്നെ, വീടുകളിലൊക്കെ തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഷേപ്പിംഗ് നമുക്ക് കാണാൻ പറ്റും. എന്താ പറയാ, പെൺകുട്ടികളുടെ പഠനമാണെന്നുണ്ടെങ്കിലും സ്ത്രീകളുടെ ജോലിക്ക് പോക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ വേറൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ എനിക്കൊന്നും തന്നെ ഒരിക്കലും പഠിക്കാൻ പോവാനോ ജോലിക്ക് പോവാനോ ഒന്നും തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു സ്ട്രഗിള്, ആരെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യണം, ഇങ്ങനെയുള്ള സംഗതികളൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. അത് ഞാൻ അരീക്കോടിന്റെ പ്രിവിലേജ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഞാൻ ഇങ്ങനെയും കൂടെ പറയണം, കാരണം എൻ്റെ ഉപ്പയും ഉമ്മയും രണ്ടുപേരും അരീക്കോട്ടുകാർ തന്നെ ആയതുകൊണ്ടും അവര് വളർന്നതും ഈ പറയുന്ന സിറ്റുവേഷനിലായതുകൊണ്ടും they are pretty much clear that education is everything എന്നുള്ളൊരു സംഗതി. അതുള്ള ഒരു രണ്ട് ഫാമിലികളാണ്, ഉപ്പാന്റെയും ഉമ്മാന്റെയും ഫാമിലികളിലും അത് നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതവിടെ ഉണ്ട്, തലമുറകളിലായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കേട്ടിടത്തോളം എൻ്റെ ഉമ്മ അപ്പോഴും ഉണ്ട്, പുള്ളിക്കാരി കുറച്ച് വയസ്സ് 87 വയസ്സൊക്കെ ആയി.
പുള്ളിക്കാരിയാണ് എന്റെ ഉമ്മാന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെയൊക്കെ, അതായത് എന്റെ ഉമ്മാക്ക് 5 സിസ്റ്റേഴ്സ്, ഉമ്മയടക്കം 5 പേരുണ്ട്. ഈ 5 പേരും ടീച്ചേഴ്സാണ്. അപ്പൊ ഇവരൊക്കെ പഠിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്റെ ഉമ്മമ്മയാണ്. ഓക്കെ, അവരും അരീക്കോട്ടുകാരിയാണ്. ഓക്കെ, അപ്പൊ അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വീട്ടില് അവരുടെ വല്യപ്പ, അതായത് ഗ്രാൻഡ് ഫാദർ എന്നൊക്കെ പറയില്ലേ, അവരൊരു അറബിക് മുൻഷിയായിരുന്നു ആ കാലഘട്ടത്തില്. അപ്പൊ അവർക്കറിയാം ഈ എഡ്യൂക്കേഷന്റെ. അപ്പൊ അങ്ങനൊരു സാധനം ഉമ്മമ്മക്ക് കിട്ടിയത് കൊണ്ട് ഉമ്മമ്മ അവരുടെ പെൺമക്കളിലേക്ക് ക്രിയേറ്റ് ചെയ്തത് കൊണ്ടുകൂടി തന്നെ ഞങ്ങളുടെ ഫാമിലിയില് ഈ എഡ്യൂക്കേഷൻ, സ്ത്രീകളുടെ എംപ്ലോയ്മെന്റ്, ഈ സാധനങ്ങളൊക്കെ ഇൻബിൽട്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഈ അതിനെ മാറ്റി വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ ഇവിടെ തന്നെയാണ് ഞാൻ എന്താ പറയാ, ചെറുപ്പത്തിലല്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ അഡോളസൻസിലേക്ക് വന്നപ്പോൾ 7th മുതൽ ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുവരെ തിരുരങ്ങാടിയായിരുന്നു. അപ്പൊ 7th അത് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം MSW പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കൊരിക്കലും എന്റെ കമ്മ്യൂണിറ്റീന്ന്, എന്റെ ഈ പറഞ്ഞ നൈബർഹുഡിന്നോ എന്റെ വില്ലേജിന്നോ മറ്റു കുട്ടികളൊക്കെ പറയുമ്പോൾ ഞാൻ അത് ആലോചിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അയൽവാസികളായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള വേറെ ആളുകളോ വന്നിട്ട് എന്നോട് എവിടെ പോണു, എന്താക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. ഐ നെവർ എക്സ്പീരിയൻസ് സച്ച് എ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പർട്ടിക്കുലർ ജോഗ്രഫിക്കൽ പ്ലേസ് എന്ന് പറയും. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു ഫ്രീഡം ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള ആർക്കും അത് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ട്. അത് ഞാനായിട്ട് കൊണ്ടുവന്നിടേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വലിയൊരു പ്രിവിലേജ് ആണത്. അപ്പൊ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു സ്ത്രീക്ക് എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ്, വാട്ടെവർ, വർക്ക് ലൈഫ്, പാർട്ടിസിപ്പേഷൻ, പിന്നെ സോഷ്യൽ പാർട്ടിസിപ്പേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ആ സ്ത്രീയുടെ ഒരു ആറ്റിറ്റ്യൂഡും ആ സ്ത്രീയുടെ ഒരു ഇന്റേണൽ സാധനത്തിന് അപ്പുറത്ത് ആ സ്ത്രീയെ അക്കോമഡേറ്റ് ചെയ്യുന്ന സ്പേസും കുടുംബവും ഒക്കെ എങ്ങനെയാണ് അതിനൊരുക്കി കൊടുക്കുന്നത് എന്നുള്ളത് വലിയ പ്രധാനമുള്ള ഒരു സംഗതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അരീക്കോട് എന്ന് പറഞ്ഞ സ്പേസിനോട് എന്താ പറയാ, ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ളത്, ഞാൻ അരീക്കോട്ടുകാരി ആയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല ഡെവലപ്ഡ് ആവുക എന്നുള്ളത് എനിക്ക് തോന്നാറുണ്ട്. സോ ഇതാണ് എന്റെ ഒരു കണക്ഷൻ അരീക്കോടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അരീക്കോടിൽ സ്ത്രീകളുടെ പങ്ക് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മുതൽ ഇപ്പോൾ വരെ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്റെ ചെറുപ്പത്തിലൊക്കെ ഇപ്പൊ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ധാരണ ഇല്ല എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറെ കാലമായിട്ട് ഞാൻ അരീക്കോട്ടിലെ സ്ഥിരവാസിയല്ല. ഞാൻ പല സ്ഥലങ്ങളിലാണ്. കഴിഞ്ഞ 2024 മുന്നേ 7 വർഷം ഞാൻ വയനാട്ടിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് 1 വർഷമായിട്ട് ഞാൻ കാലിക്കറ്റിലാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടുമായിട്ട് ബന്ധം അങ്ങനെ ഇല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ വുഡ് സേ ദാറ്റ് എന്താ പറയാ, ചൈൽഡ്ഹുഡും ഇതിന് കണ്ടിന്യൂ ആണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യന് പറഞ്ഞ് എങ്ങനെയാണോ റിപ്ലൈ ചെയ്ത് നിർത്തിയ അവിടുന്ന് ഞാൻ ചെറുപ്പത്തിലൊക്കെ കണ്ടുകൊണ്ടിരുന്നതും ഇടപെട്ടുകൊണ്ടിരുന്നതും ഒക്കെ കുറെ ടീച്ചേഴ്സുമായിട്ടാണ്, സ്ത്രീകളുടെ വിമൻ ഫീമെയിൽ ടീച്ചേഴ്സുമായിട്ടാണ്. അതിന് കാരണം ചിലപ്പോൾ എന്റെ ഉമ്മ ഒരു ടീച്ചറാണെന്നുള്ളത് കൊണ്ടും എന്റെ ഉപ്പ ടീച്ചറാണ്. അവർ രണ്ടുപേരും പഠിച്ചത് അറബിക് കോളേജ്, സുല്ലം ഇസ്ലാമിന്റെ അറബിക് കോളേജിലാണ്. അങ്ങനെ കാര്യങ്ങൾ സുല്ലം ഇസ്ലാമിന്റെ അറബിക് കോളേജ് അരീക്കോടിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ അറബിക് കോളേജ് വരികയും അവിടെ ഈ ഡിഗ്രി BA അഫ്ലുലുലമ ഉണ്ടാവുകയും ആ അഫ്ലുലുലമ എന്റെ ഉമ്മയും ഉപ്പയൊക്കെ അഫ്ലുലുലമയാണ്. അതിനുശേഷം ഒരു B.Ed ഒന്നുമില്ലാതെ ഈക്വലൻ ടു സംതിങ് TTC എന്ന് പറഞ്ഞിട്ട് അവിടെ പഠിച്ചിട്ടുള്ള സകലമാന ആളുകൾക്കും പല സ്ഥലങ്ങളിലായിട്ട് ജോലി കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, ഇപ്പൊ എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ ഒക്കെ യങ് ഏജ് എന്നൊക്കെ പറയുന്നത് പ്രോബബ്ലി എഡ്യൂക്കേഷണൽ മുസ്ലിം
കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഇടയിലുള്ള നവോത്ഥാനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ കേരളത്തിലെ മുസ്ലിം നവോത്ഥാനവും എഡ്യൂക്കേഷനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. കാരണം മുസ്ലിം നവോത്ഥാനത്തിന്റെ സമയത്ത് മുസ്ലിം നവോത്ഥാനവും അല്ലാത്ത നവോത്ഥാനവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. മുസ്ലിം നവോത്ഥാനം ശരിക്കും മോഡേൺ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് പറയുകയും സ്ത്രീകളുടെ എഡ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുകയും പിന്നെ കുടുംബം നന്നാവണം എന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ പഠിക്കണം എന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് അവരൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് കുറെ ടീച്ചർമാരെയാണ് ഞാനിപ്പോഴും ഈ പരിസര പ്രദേശങ്ങളിൽ കാണാറുള്ളത്. അല്ലെങ്കിൽ എന്റെ അറ്റ്ലീസ്റ്റ് ഞാൻ ഇടപഴകുന്ന സോഷ്യൽ ലൈഫിൽ എപ്പോഴും അങ്ങനത്തെ ആളുകളാണ് ഞാൻ കാണാറുള്ളത് എന്നുള്ളത്. അപ്പൊ അന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും ഇത് തന്നെയാണ്. അതായത് കുട്ടികളുടെ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ പെൺകുട്ടികളാണെങ്കിലും പഠിക്കണം, ജോലി വാങ്ങണം എന്നൊക്കെ ഉള്ള ഒരു സാധനം ഹൗസ് ഹോൾഡിൽ തന്നെ ഇങ്ങനെ ഉണ്ടായി വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഞാൻ പഠിച്ചത് ഓറിയന്റൽ സ്കൂളിലാണ്, പിന്നെ 10ാം ക്ലാസ് ഒക്കെ. അപ്പൊ അവിടെയൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഇത് ഉണ്ട്, ആ ഒരു സാധനം അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതിന് എന്തൊക്കെ മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ 1, 2, 3, 4 എന്നൊന്നും പറഞ്ഞിട്ട് ഇട്ട് തരാനൊന്നും കഴിയില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് എനിക്കത് പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ എഡ്യൂക്കേഷനിലൊക്കെ കുറേ അധികം വെറൈറ്റി ഓഫ് അതായത് പെൺകുട്ടികൾ പല മേഖലകളിലേക്കും പോകാൻ തുടങ്ങി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട മാറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എന്താ അന്നത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു BEd M.Ed അങ്ങനെ ഒന്നുകിൽ TTC അല്ലെങ്കിൽ B.Ed അങ്ങനെയുള്ള ഒരു പോക്കായിരുന്നു ഉണ്ടായിരുന്നത്. PG കൂടി പിന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ കോളേജിൽ തന്നെ വളരെ കുറച്ച് PGകൾ മാത്രമേ ഉണ്ടായിരുന്നു, 2 or 3 PGകൾ മാത്രമേ ഉണ്ടായിരുന്നു. അതന്നെ അന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആബിദ ഫാറൂഖിയൊക്കെ വന്ന് അവരൊക്കെയാണ് ആദ്യത്തെ PGയിലൊക്കെ സ്റ്റുഡൻസ് എന്നൊക്കെ പറയുന്നത്. അവിടുന്നൊക്കെ മാറി ഇപ്പോ എന്താ പറയാ കുട്ടികളെ പല രീതിയിലുള്ള സംഗതികളിലേക്ക് പോവാൻ തുടങ്ങി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട മാറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ടിസ്സിൽ PhDക്ക് പോയപ്പോ ഐ വാസ് സർപ്രൈസ് ദാറ്റ് ഇവിടെ നിന്നുള്ള കുട്ടികൾ അവിടെ ഉണ്ട്. പലരും ഡിഗ്രിക്കും ഒക്കെ PGക്കൊക്കെ വേണ്ടിയിട്ട് വന്നവരുണ്ട്. സോഷ്യൽ വർക്കേഴ്സ് MSW, ഞാൻ അന്ന് ഇവിടെ MSW ചെയ്യുന്ന സമയത്ത് ഇവിടെ അതൊരു വലിയ ന്യൂസ് ആയിരുന്നു. എന്നുവെച്ചാൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ഒരു കുട്ടീനെ കൊണ്ടുപോയിട്ട് MSWന് ചേർക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ടീച്ചേഴ്സൊക്കെ തന്നെ ആ കുട്ടീന്റെ ഒരു കരിയർ ഭാവി നശിപ്പിക്കണ്ട എന്നൊക്കെ ഉള്ള ഒരു ഡയലോഗ്സ് ഒക്കെ. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ എന്തോരം കുട്ടികള് MSWലുണ്ട്, പലതരം പിന്നെ ജേർണലിസത്തിലുണ്ട്, പല പല രീതികളിലുണ്ട്. അപ്പൊ ലൈക്ക് അത് മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ചാണ്. അതിൽ ആ ഒരു ചേഞ്ചിനെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കേരളത്തിൽ അല്ല അരീക്കോടിന്റെ ഭാഗത്തുനിന്നും നമുക്ക് കുറേയധികം മാറ്റങ്ങൾ ഉണ്ട് തന്നെയാണ്. എനിക്ക് മാറ്റങ്ങൾ എന്തായാലും ഇങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു സ്പേസ് അല്ല അരീക്കോട് എന്നാണ് ഞാൻ എന്തായാലും മനസ്സിലാക്കുന്നത്. ആൻഡ് ഇറ്റ് ലൈക്ക് ഒരു കൾച്ചറൽ കുറെ അക്കോമഡേഷൻ ഒക്കെ ഉള്ള ഒരു സ്പേസ് ആയിട്ട് തന്നെയാണ് whatever I understand. അറ്റ്ലീസ്റ്റ് അരീക്കോടിന്റെ പ്രൊമൈസിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. സോ എന്റെ അണ്ടർസ്റ്റാൻഡിങ് ഇതാണ്. പിന്നെ എന്തൊക്കെ മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏത് മേഖലയിലുള്ള മാറ്റങ്ങൾ എന്നുള്ളതിനനുസരിച്ചും ആയിരിക്കും. നമ്മുടെ ഈ അരീക്കോടിന്റെ മുഖച്ഛായ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ ഇത്. അപ്പോ അതാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഏതെങ്കിലും ഒരു വുമൻ ക്യാരക്ടറിനെ കുറിച്ച് പറയാനാണെങ്കിൽ? ക്യാരക്ടർ എന്ന് പറയുമ്പോ ഇവിടെയുള്ള ഒരു ഏതെങ്കിലും ലേഡീനെ കുറിച്ചാണ്. എനിക്ക് ഞാൻ ഇങ്ങനെ അതിനെ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാല് പൊതുവെ നമ്മൾ പറയുമ്പോ പൊതുവേ ഉള്ള ഒരു ഹിസ്റ്ററിനെ കുറിച്ച് പറയുമ്പം പൊതുവെയുള്ള ഒരു ഇൻസ്പിറേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് എന്തെങ്കിലും ചെയ്ത ആളുകളെ കുറിച്ചാണ് നമ്മൾ ഇൻസ്പയറിങ് ആവാന്ന്, അല്ലെങ്കിൽ അവരിൽ നിന്നും ഇൻസ്പയർ ആവാന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളെ മനസ്സിലാക്കൽ അങ്ങനെയാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് പലപ്പോഴും
തോന്നിയിട്ടുള്ള കാര്യം എന്താ വെച്ചാല് നമ്മളിങ്ങനെ ഓരോരോ വീടുകളിലും കയറി ഇറങ്ങി അല്ലെങ്കിൽ അവിടുത്തെ വീട്ടിലെ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ അവരിലെ ഓരോരോ എലമെന്റ്സും നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ തക്ക രീതിയിലുള്ളതാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അത് തോന്നാനുള്ള കാരണം കുറേം കൂടി ഞാൻ ഇപ്പോൾ ജെൻഡർ സ്റ്റഡീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് വർക്ക് ചെയ്യുന്നുള്ളതും കൂടി കൊണ്ടിട്ടായിരിക്കണം. എന്റെ ഉമ്മമ്മ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവര് ഈ 5 സ്ത്രീകളെയും 5 പെൺകുട്ടികളായിരുന്നു. വല്യപ്പാന്റെ വല്യപ്പ ഹെഡ് മാഷായിരുന്നു. വല്യപ്പാന്റെ ഒരു ഒറ്റ സാലറിയില് ആണ് ഈ പറയുന്ന ഫാമിലിനെ മുഴുവൻ കൊണ്ടുപോയിണ്ടായിരുന്നത്. എന്നാലും വല്യമ്മക്ക് വാശിയായിരുന്നു, ഉമ്മമ്മക്ക് വാശിയായിരുന്നു കുട്ടികളൊക്കെ ജോലിയുള്ളവരായിരിക്കണം എന്നുള്ളത്. അത് ഉമ്മമാന്റെ ഡിറ്റർമിനേഷൻ ആയിരുന്നു. ഉമ്മമാനെ കൊണ്ടുപോയിട്ട് അന്ന് ഈ തത്തുല്യ പരീക്ഷയായിരുന്നു, അതായത് SSLC അല്ല, 7ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരു പരീക്ഷയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. എന്തോ ESLC അങ്ങനെ എന്തോന്നാണ് പേരുണ്ടായിരുന്നത്. അപ്പൊ അത് ഉമ്മമാക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് അതൊരു ഫാമിലി മാറ്റർ കാരണമാണ്. അപ്പൊ ഉമ്മമ്മ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മമാന്റെ കൂടെ അന്ന് ESLC അറ്റൻഡ് ചെയ്യാൻ പോയിരുന്ന എല്ലാവരും ടീച്ചേഴ്സായി, പക്ഷെ ഉമ്മമാക്ക് അതിന് പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസിക്കും വേണ്ടിയിട്ട് ഫിനാൻഷ്യലി ബാക്കിയുള്ളവരുടെ മുകളിൽ ഡിപ്പെൻഡന്റ് ആയിരുന്നു ഉമ്മമ്മ. അതുകൊണ്ടും കൂടി ആയിരിക്കണം ഉമ്മമ്മ ഇത് എൻവിഷൻ ചെയ്തത്, കുട്ടികൾ എന്തായാലും പഠിച്ച് ടീച്ചേഴ്സ് ആവണം എന്നുള്ള സംഗതി. അപ്പൊ ഈ എന്നെ സംബന്ധിച്ച് 5 പെൺകുട്ടികളെ ഒരു ഉമ്മ അവരെ പഠിപ്പിച്ച് ആ സ്റ്റോറീസ് ഒക്കെ കേട്ട് കഴിഞ്ഞാല് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സംഗതി ആയിട്ടാണ് എനിക്ക് ഫീൽ. പക്ഷെ നമ്മളിങ്ങനെ നോക്കുമ്പോ ഉമ്മമ്മ എന്ന് പറയുന്നത് ജസ്റ്റ് അനദർ വുമൺ ആണ്, എല്ലാ സ്ത്രീകളെയും പോലെ മറ്റൊരു സ്ത്രീ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയണത് എന്താ വെച്ചാല് ഇവിടെയുള്ള ഓരോ സ്ത്രീകൾക്കും അവരുടേതായിട്ടുള്ള കഥകൾ പറയാനുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കേട്ട ഒരാളുടെ കഥ എന്നെ ഇൻസ്പയർ ചെയ്യുന്നു എന്നുള്ള കാര്യമാണുള്ളത്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ മറ്റേ ഉമ്മമാന്റെ ആ ഒരു കാലഘട്ടത്തിലുള്ള സ്ത്രീകളായിട്ടുള്ള ടീച്ചേഴ്സ് അവരൊക്കെ ഇപ്പൊ മരിച്ചുപോയി. അവരൊക്കെ എങ്ങനെയാണ് പഠിക്കാൻ വേണ്ടി പോയിരുന്നത് എന്നുള്ളതൊക്കെ. അന്ന് ഫ്രീ എഡ്യൂക്കേഷൻ അത്ര വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയാ, അതിന് ഹറാമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. അപ്പൊ ഇവിടെ ഞാൻ ഈ അടുത്ത് ഞാൻ കുറെ സാധനങ്ങൾ ആർക്കീവ്സിൽ നിന്ന് തപ്പി നോക്കുമ്പോ അതിലിങ്ങനെ ഒരു സംഗതി കാണുന്നുണ്ട്. അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണത് ഇവിടെയുള്ള ഏതോ ഒരു പഴയ ഉസ്താദിന്റെ മോളെ ആ ഉസ്താദ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹയർ എഡ്യൂക്കേഷൻ LP കഴിഞ്ഞിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പുഴ കടത്തി പറഞ്ഞയച്ച കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൽ അവരെഴുതിയതാണ്, ആ പെണ്ണ് എഴുതിയതാണ്. എന്തായിരുന്നു അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ കുറെ പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഓരോ ആ ഒരു സമയത്തുള്ള പെണ്ണുങ്ങളെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ കുറെ സ്റ്റോറീസ് പറയാനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നമ്മള് ഓരോരോ ലേഡിക്കും ഓരോരോ കഥകൾ പറയാനുണ്ടാവുന്നില്ല. അപ്പൊ ഞാൻ ഒരു ക്യാരക്ടർ നമ്മൾ പറയില്ലേ, നിങ്ങളെ നമ്മളോട് ചോദിക്കുകയാണ് ഏത് നോവലിലെ ക്യാരക്ടർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നോവലല്ല, ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ, ഒരു നോവലിലെ ക്യാരക്ടർ അല്ല, പകരം കുറെ ക്യാരക്ടേഴ്സിന്റെ എലമെന്റ്സിനെ നമുക്ക് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും. അതേപോലെയാണ് എനിക്ക് മനുഷ്യന്മാരെ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറയുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം മോസ്റ്റ്ലി ഞാൻ നോക്കാറുള്ളതും കേൾക്കാറുള്ളതും സ്ത്രീകളുടെ കോൺഷ്യസ്ലി അറ്റൻഡ് ചെയ്യാറുള്ളത് സ്ത്രീകളുടെ സ്റ്റോറിയാണെന്നുള്ളത്. ബിക്കോസ് എന്റെ ഫോക്കസ് കുറെ കൂടി അതിലാണെന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ. കേരളത്തിലെ കുടുംബങ്ങളിൽ സ്ത്രീകൾ വഹിച്ചിരുന്ന ട്രഡീഷണൽ റോള് എങ്ങനെയൊക്കെയായിരുന്നു? ഓവർ ടൈം അതിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു ആ ക്വസ്റ്റ്യന് കുറച്ചും കൂടെ സ്പെസിഫിക് ആക്കണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം കേരളത്തിലെ എല്ലായിടത്തെ കുടുംബങ്ങളിലും ഒരേ ട്രഡീഷണൽ റോൾസ് ഒന്നും അല്ല വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ പ്രദേശങ്ങളിലും ഓരോ പോലെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനും ഓരോ കുടുംബങ്ങളുടെ എന്താ പറയാ അവിടുത്തെ അതിന്റെ ഒരു നേച്ചർ ഉണ്ടാവുമല്ലോ, സ്വഭാവം. അതിനനുസരിച്ചും ആ കുടുംബത്തിലുള്ള പെണ്ണുങ്ങളുടെയും അല്ലാത്തവരുടെയും എഡ്യൂക്കേഷനും സോഷ്യൽ സ്റ്റാറ്റസും ഒക്കെ ഇതിന് ഡിഫറെന്റ് അല്ലേ. മെട്രിലീനിയൽ ഫാമിലീസിലുള്ള കുടുംബങ്ങൾ വഹിക്കുന്ന റോളും പെട്രിലീനിയൽ ഫാമിലീസിലുള്ള കുടുംബങ്ങൾ വഹിക്കുന്ന റോളും ഒക്കെ ഡിഫറെന്റ് ആണ്, ഭയങ്കര ഡിഫറെന്റ് ആണ്.
ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളിങ്ങനെ വിചാരിക്കുന്നത് കുടുംബം ഒരു വീടിനെ കൊണ്ടുപോകുന്നത് പെണ്ണാണ് എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ക്വസ്റ്റ്യനെ അതേപടി ആൻസർ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഓരോരോ കുടുംബങ്ങളിലും ഇപ്പൊ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒരു ട്രൈബൽ കുടുംബങ്ങളിൽ പോയി നോക്കുകയാണെങ്കിൽ അവിടെ നമ്മളീ കാണുന്ന ട്രഡീഷണൽ റോളൊന്നും അല്ല അവര് അത് വഹിക്കുന്നത്. മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഈ റോളല്ല, ഒരു എലൈറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഫാമിലിയില് ഈ റോളല്ല പിന്നെ അവര് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ടൈം ടു ടൈം, ഫ്രം ഫാമിലീസ് ടു ഫാമിലീസ്, പ്ലേസ് ടു പ്ലേസ് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ട്രഡീഷണൽ റോള് ലൈക്ക് എന്താണ് ഈ ട്രഡീഷണൽ റോൾ എന്നുള്ള ക്വസ്റ്റ്യനും ഉണ്ട് തോന്നുന്നു, നമ്മൾ ചോദിക്കണം എന്ന് തോന്നുന്നു. വാട്ട് ഈസ് ദിസ് ട്രഡീഷണൽ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ട്രഡീഷണൽ റോൾ പറഞ്ഞു കഴിഞ്ഞാൽ? ട്രഡീഷൻ എന്ന് പറഞ്ഞത് പരമ്പരാഗതമായിട്ട് കൊണ്ടുപോണ റോള് എന്നുള്ളതാണ്. അതാണ് നമ്മൾ ട്രഡീഷൻ എന്നുള്ള ആന്ത്രപ്പോളജിക്കൽ വേർഡൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടും ഇന്നും കൊണ്ടുപോണ ഒരു റോൾ എന്ന് പറയുന്നത് എന്താ റീപ്രൊഡക്ഷനും റെയറിങ് ഓഫ് ചിൽഡ്രനും തന്നെ അല്ലേ? അന്നും ഇന്നും മാറ്റമില്ലാതെ പോകുന്നത്, നോഷനിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഒരു സ്ത്രീ പരമ്പരാഗതമായി അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാറാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതന്നെയാണ്. നമ്മളെ വിചാരിക്കണം അങ്ങനെ തന്നെ. ഒരു പെണ്ണ് ഒരു സമയത്തുമ്പോ സൊസൈറ്റി, നമ്മളെന്ന് പറയുമ്പോൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു സമയമാകുമ്പോ അവര് കല്യാണം കഴിക്കണം, അവര് റീപ്രൊഡ്യൂസ് ചെയ്യണം, ആ കുട്ടികളെ അവര് വളർത്തണം അല്ലെ? ആ കുട്ടികളെ സമയത്തിനനുസരിച്ച് അവരെ നേർച്ചർ ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന, സൊസൈറ്റി പ്രതീക്ഷിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സ്വാഭാവികമായിട്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുന്ന ടൈമിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കല്യാണം കഴിക്കണോ വേണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ പെണ്ണുങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കല്യാണം കഴിച്ചാൽ തന്നെ കുട്ടി വേണോ വേണ്ടയോ, കുട്ടി ഏത് സമയം വേണം വേണ്ട എന്നൊക്കെ ഉള്ള തോട്ട്സിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ട്രഡീഷണൽ ആയിട്ട് നമ്മളെ വിചാരിക്കുന്ന ഒരു തറവാട് ട്രഡീഷണൽ സാധനം പെണ്ണ് കൊണ്ടുപോകണം എന്നുള്ള ഒരു തോട്ടിൽ നിന്നും ഒക്കെ മാറിയിട്ടുണ്ട്. ന്യൂക്ലിയർ ഫാമിലികളിലേക്ക് മാറിയിട്ടുണ്ട്. അവരവരുടെ പ്ലേസ് ഓഫ് ലിവിങ് തെരഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആ മാറ്റങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞാൽ ആ മാറ്റങ്ങളൊന്നും നമുക്ക് തടഞ്ഞു നിർത്താനൊന്നും കഴിയില്ല. കാരണം പെണ്ണ് എഡ്യൂക്കേറ്റഡ് ആവുന്നതോട് കൂടിയിട്ട് പെണ്ണിന്റെ ട്രഡീഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിൽ തന്നെ പെണ്ണ് പെർസീവ് ചെയ്യുന്ന ഒരു മീനിങ് തന്നെ മാറിക്കൊണ്ടിരിക്കും അല്ലെ? ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കണു ട്രഡീഷൻ എന്താണ് എന്ന് ചോദിക്കണു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സാധനം ഉണ്ടാവും. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ ഇപ്പൊ നിങ്ങൾ വായിക്കുന്നുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരും അതിൽ നിന്നും അവനവൻ്റെതായിട്ടുള്ള പെർസെപ്ഷൻ അവനുണ്ടാക്കിയെടുക്കും അല്ലെ? അപ്പൊ അങ്ങനെ ആവുമ്പോ പെണ്ണ് ആണും ആരാണെന്നുണ്ടെങ്കിലും അവര് വായിക്കുകയും എഡ്യൂക്കേറ്റഡ് ആവുകയും നോളജ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതോട് കൂടിയിട്ട് അവർക്ക് ലോകത്തിനെ കുറിച്ചും സ്വന്തത്തിനെ കുറിച്ചും ചുറ്റുപാടുള്ള സൊസൈറ്റിനെ കുറിച്ചൊക്കെ ഉള്ള പെർസെപ്ഷനിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് മാറാതെ പെണ്ണ് എഡ്യൂക്കേറ്റഡ് ആയി നിൽക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ മാറുന്നതിനനുസരിച്ച് സൊസൈറ്റിയിൽ മാറ്റം ഉണ്ടാവും, ട്രഡീഷണൽ റോളിൽ മാറ്റം ഉണ്ടാവും, എല്ലാത്തിലും മാറ്റങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഈ മാറ്റങ്ങൾ നമുക്ക് തടഞ്ഞു നിർത്താനൊന്നും പറ്റില്ല. ബട്ട് കുറേം കൂടി കൺസ്ട്രക്റ്റീവ്ലി നമുക്ക് സൊസൈറ്റീനെ പാടെ എന്താ പറയാ ഡിസ്ട്രക്ട് ചെയ്യാത്ത രീതിയിലേക്ക് ഇതിനെ ചാനലൈസ് ചെയ്യാൻ എങ്ങനെ പറ്റുക എന്നുള്ളത് നോക്കാൻ പറ്റും എന്നുള്ളതല്ലാതെ വേറെ ഒന്നും നമുക്ക് അതിലൊന്നും ചെയ്യാനൊന്നുമില്ല. സോ ഈ മാറ്റങ്ങൾ ഉണ്ടാവണം തന്നെയാണ് ഞാൻ പറയുന്നത്. അത് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം, റോൾസിലൊക്കെ മാറ്റങ്ങൾ. പിന്നെ ഇപ്പോ ട്രഡീഷണൽ റോൾസ് എന്ന് പറയുമ്പോൾ ആണുങ്ങൾക്കും ഉണ്ടായിരുന്നു ട്രഡീഷണൽ റോൾസ് അല്ലെ? ആണുങ്ങൾക്കും ഉണ്ടായിരുന്നു ട്രഡീഷണൽ റോൾ. നമ്മുടെ നാട്ടിലുള്ള ഒരു ട്രഡീഷണൽ റോള് പ്രകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു പ്രൊവൈഡർ ആയിരുന്നു, ഫിനാൻഷ്യൽ പ്രൊവൈഡർ ആയിരുന്നു. ഇപ്പോഴും ആണ് അല്ല എന്നല്ല പറയുന്നത്, പക്ഷെ ഇപ്പൊ പെണ്ണ് പ്രൊവൈഡർ ആണ്, പെണ്ണും കൂടി പ്രൊവൈഡർ ആണ് അല്ലെ? എല്ലാ വീട്ടിലും പെണ്ണിനും കൂടി
ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്തു പോയില്ലെങ്കിലും വീടിന്റെ ഉള്ളിൽ ഇരുന്ന് തയ്ച്ചിട്ടെങ്കിലും കാശുണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന പെണ്ണുങ്ങളാണ്. അപ്പൊ ആ പറഞ്ഞ ട്രഡീഷണൽ റോളില് വ്യത്യാസം ഉണ്ടായി എന്നുള്ളതാണ് അല്ലെ. ഒരു ട്രഡീഷണൽ അപ്പൊ ഇപ്പൊ കുറെ കൂടി നോഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് മാറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആണിന്റെ കേസിലും ആ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാലാകാലങ്ങളായിട്ട് മാറുന്നുണ്ട്, സംഗതികൾ മാറുന്നുണ്ട്. ചില ഫാമിലീസ് ഒക്കെ കുറച്ചു കാലം പെണ്ണ് പ്രൊവൈഡ് ചെയ്യുക, ആണ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് അതുപോലെ ഹൗസ് ഹോൾഡ്സ് നോക്കുന്നതിലൊക്കെ ഉള്ള സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നാണ്? പാസ്റ്റ് ടെൻസ് ആണോ പ്രസന്റ് ആണോ? ആക്ച്വലി എനിക്ക് ഇങ്ങനെ അതിനെ പുട്ടപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്തൊക്കെയാണ് പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഏത് കാലഘട്ടത്തിന്റെ പാസ്റ്റാണ് നമ്മൾ നോക്കണേന്ന് എനിക്ക് അറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെയൊക്കെ ചൈൽഡ്ഹുഡിനെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ബാക്കോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഹൗസ് ഹോൾഡിലുള്ള അത് ഫാമിലി നടത്തിക്കൊണ്ടു പോവാന്ന് പറയുമ്പോൾ ആ ഫാമിലിനെ കുറിച്ചിട്ടുള്ള പ്രധാന ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുക്കുന്നത് ഒന്നുകിൽ ഫാദറോ അല്ലെങ്കിൽ പെറ്റേണൽ ആളുകളോ ആയിരിക്കും. അതായത് ഹസ്ബൻഡിന്റെ, കാരണം നമ്മളൊരു പാട്രിലിനിയൽ സൊസൈറ്റി ആയതുകൊണ്ട് പെണ്ണ് ജീവിക്കുന്നത് എപ്പോഴും ഒരു ഒന്നുകിൽ ബാപ്പാന്റെ കൂടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ കൂടെ എന്നുള്ള രീതിയിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭർത്താവോ പാപ്പയോ അല്ലെങ്കിൽ ബാപ്പാന്റെ ആൾക്കാരോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ആൾക്കാരോ ആണ് മിക്കവാറും ഈ ഡിസിഷൻ മേക്കിങ്സ് ഒക്കെ നടത്തിയിരുന്നത് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഡിസിഷൻ മേക്കിംഗ് പവർ അവർക്കായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അതിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റാൻഡമായിട്ടുള്ള മാറ്റമൊന്നും വന്നിട്ടില്ല. മാറ്റം വരാൻ തുടങ്ങുന്നുണ്ട്. മാറ്റങ്ങൾ ആൾക്കാർ അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ ഡിസിഷൻ മേക്കിംഗ് പവറിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഹൗസ് ഹോൾഡില്, എന്നാൽ അതേസമയം ഹൗസ് ഹോൾഡില് ഇപ്പൊ ഹൗസ് ഹോൾഡ് തന്നെ എടുത്തു നോക്കാം. നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ എന്ത് കഴിക്കണം, എന്ത് വെക്കണം, നമ്മൾ അങ്ങനെ നോക്കാം. അടുക്കളയിൽ ഇന്ന് രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ വല്യമ്മ ഇല്ലെങ്കിൽ ആ റോൾ, ആ ഡിസിഷൻ മേക്കിംഗ് ആരായിരിക്കും കൊടുക്കണ്ടാവുക? നിങ്ങളെ ഉമ്മയായിരിക്കും കൊടുക്കണ്ടാവുക. മനസ്സിലായോ? ഇനി നിങ്ങളെ വീട്ടിൽ തന്നെ ഒരു ബ്രദറും ആ ബ്രദറിന് ഒരു വൈഫും ഉണ്ടെങ്കിൽ ആ വൈഫ് ആയിരിക്കൂല ആ ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക, പകരം നിങ്ങളെ ഉമ്മയായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് അത് ഓവർ ടൈം. പിന്നെ ഓവർ ടൈം അതിങ്ങനെ മാറി മാറി പിന്നെ ചിലപ്പോ അവര് വേറെ വീട് വെക്കുമ്പോ വേറൊരു മാറ്റം. അപ്പൊ ഇറ്റ്സ് നോട്ട് ദാറ്റ് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ യുനാനിമസ്ലി നമുക്ക് ഇന്ന് എന്ത് വെക്കാം അല്ലെങ്കിൽ ഇന്ന് എന്താവണം, ഇന്ന് ഭക്ഷണം വെക്കണ്ട എന്നൊക്കെയുള്ള ഇത്ര ചെറിയ ചെറിയ ഹൗസ് ഹോൾഡിനെ കുറിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതും പൂർണ്ണമായിട്ടും പെണ്ണിന് കിട്ടിയിട്ടുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് ആ ഡിസിഷൻ മേക്കിങ്ങിലും പവർ എന്ന് പറഞ്ഞ സാധനം എപ്പോഴും നല്ല പവർ എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴും പാട്രിലിനിയൽ കിൻഷിപ്പ് സിസ്റ്റത്തില് അത് ഒന്നുകിൽ പാട്രിലിനിയൽ ആണ് പറയല്ലോ, പെട്രി ആണ്, അതായത് പിതൃദായകമാണ്. അത് ഭർത്താവാം, പിന്നെ ഉപ്പയാവാം, അങ്ങനെ ആരും ആവാം. അപ്പൊ ഇന്നേക്ക് ചിലപ്പം നിങ്ങളെ ലൈഫില് നിങ്ങളെക്കാളും കൂടുതൽ തീരുമാനം പറയാൻ ചിലപ്പം നിങ്ങളെ വീട്ടിലുള്ള അമ്മായിക്ക് പറ്റുമായിരിക്കും. മനസ്സിലായോ? അപ്പൊ അതും സ്ത്രീ തന്നെയാണ്. പക്ഷെ ദ ഡിഫറൻസ് ഇസ് ദാറ്റ് അവര് വരുന്നത് ആ ഒരു ശ്രേണിയിൽ നിന്നാണ്. എന്നാൽ അതേസമയം നിങ്ങളെ മെറ്റേണൽ അമ്മായിക്ക്, അതായത് അങ്കിളിന്റെ വൈഫിന് അത്രയും ഡിസിഷൻ പറയാനോ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ പറയാനോ പറ്റില്ല എന്ന്. ഇതാണ് ഇതിന്റെ ഒരു പ്ലേ. ഈ പവർ പ്ലേ ആണ് നമ്മളെ പെട്രിലിയൻ സൊസൈറ്റി മുഴുവൻ നിലനിൽക്കുന്നത്. പക്ഷെ മെട്രിലീനിയൽ അങ്ങനെ അല്ല. മെട്രിലീനിയലിൽ കുറേയും കൂടി പവർ ഡിസിഷൻ മേക്കിംഗ് പോണത് പെണ്ണുങ്ങൾക്ക് തന്നെയാണ്. പെണ്ണുങ്ങളുടെ ഒരു ലീനിയാലിറ്റി, നമ്മളെ വെല്ലുമ്മയായിരിക്കും നമ്മളെ കുറിച്ച് അഭിപ്രായം പറയുണ്ടാവുക, അങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് പല പഠനങ്ങളും പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം അവർ ഭയങ്കരമായിട്ട് എംപവേർഡ് ആണെന്നൊന്നും അല്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഹൗസ് ഹോൾഡിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് പിന്നെ പെണ്ണുങ്ങളാണെന്ന് പറയുന്നുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്.
അപ്പൊ അത് മാറി മാറി വരുന്നുണ്ട്. ഇപ്പൊ ഓരോരുത്തരും ഇൻഡിവിജ്വൽ, അതും ഒരു ഡിസ്കഷൻ ആണല്ലോ. ഇൻഡിവിജ്വലിസ്റ്റിക് വ്യക്തി, ലിബറൽ സൊസൈറ്റിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ആൾക്കാരുടെ ബേജാറ്. ലിബറൽ സൊസൈറ്റിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വ്യക്തിപരമായി വ്യക്തിക്കനുഷ്ഠിതമായിട്ടുള്ള തീരുമാനങ്ങളും സംഗതികളും വരും. കുടുംബത്തിൽ കെട്ടിടവെപ്പ് ഉണ്ടാവില്ല എന്നൊക്കെയാണ് അതിനെ കുറിച്ച് പറയണത്. പക്ഷെ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി എഡ്യൂക്കേഷനിൽ നമ്മൾ ഇത്ര എംപവേർഡ് ആയി എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് പിന്നെ മറ്റേ ജോലിയുണ്ട്, ഇൻകം നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പ്രൊവൈഡർ ആണെന്നൊക്കെ പറയുമ്പോഴും നിങ്ങളെ വീട്ടിൽ നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും അല്ലെങ്കിൽ നിങ്ങളുടെ വേറൊരു കൗണ്ടർ പാർട്ടായിട്ടുള്ള ആണും തമ്മിൽ പ്രൊവൈഡിങ് എമൗണ്ട് സെയിം ആണെങ്കിലും നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് കുറവായിരിക്കും. ജസ്റ്റ് ബിക്കോസ് ദാറ്റ് യു ആർ എ വുമൻ, അവർക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ആ ഡിഫറൻസ് നമുക്കിവിടെ ഉണ്ട്. എഗെയിൻ ഞാനിതിങ്ങനെ എന്റെ ഒരു സറൗണ്ടിങ്ങിനെ കുറിച്ചും ഞാൻ വായിച്ചതിൽ നിന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് അരീക്കോടിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ്, ഒരു ലെവൽ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഹൈസ്കൂളിൽ പോകാനും അത് കഴിഞ്ഞ് കോളേജിൽ പോകാനും ഒക്കെ ഉള്ള ലൈക് മോസ്റ്റ് ഓഫ് ദീസ് അരീക്കോടിലുള്ള പല സ്ത്രീകളും ആ സമയത്ത് ഇവിടെ തന്നെ ഈ കോളേജിൽ തന്നെയാണ് പഠിച്ച് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ബി.എഡ് ഞാൻ പറഞ്ഞില്ലേ, ബി.എഡ് ആ രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. TTC ബി.എഡ് ഇതിനൊക്കെ ഇവിടെ സറൗണ്ടിങ്ങിലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാ സ്ഥലത്തും അങ്ങനെയല്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ച് പോയ സ്ഥലത്ത് അവിടെ ഡിഗ്രിക്ക് പോണ കുട്ടികൾ വളരെ കുറവായിരുന്നു. ആ സമയത്ത് എന്റെ സിസ്റ്റർ ഇൻ ലോസ് ഡിഗ്രി പഠിക്കായിരുന്നു. സിസ്റ്റർ ഇൻ ലോസ് ആണ് അവിടെ ഡിഗ്രിക്ക്, ആ പ്രദേശത്ത് ഡിഗ്രിക്ക് പോകുന്ന കുട്ടികൾ. മോസ്റ്റ്ലി പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് കല്യാണം കഴിച്ചു പോകും. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് അഴീക്കോടിനെ വെച്ച് മാത്രം എനിക്കിത് ജനറലൈസ് ആയിട്ടുള്ള ഒരു റിപ്ലൈ തരാൻ എനിക്ക് പറ്റൂല. പകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നാട്ടിലും ഓരോ സ്ഥലത്തും ഔട്ട്സൈഡ് പിന്നെ അരീക്കോട് ഇതത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്ന ഒരു സമയമൊന്നും ആയിരുന്നില്ല എന്റെ ചെറുപ്പകാലത്തിൽ. മാക്സിമം ഡിഗ്രിക്ക് പോവും, ബി.എഡിന് പോവും. അപ്പം ഓപ്പർച്യൂണിറ്റീസ് ആണോ പ്രശ്നം? എനിക്ക് അങ്ങനെയും ചോദ്യങ്ങളുണ്ട്. അതായത് ഓപ്പർച്യൂണിറ്റീസ് ആണോ പ്രശ്നം? ഈ ഓപ്പർച്യൂണിറ്റി സീക്ക് ചെയ്യാൻ നമ്മൾ പെൺകുട്ടികൾക്ക് കൊടുക്കണ ഫ്രീഡം ആണോ കാര്യം എന്നുള്ള ഒരു സംഗതിയുണ്ട്. അതായത് ഇപ്പൊ ഒരു കുട്ടിക്ക് പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് മഞ്ചേരി പോയിട്ടും പഠിക്കാം. പക്ഷെ ആ കുട്ടിനെ പഠിക്കാൻ അനുവദിക്കുവോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അല്ലെ? ഇവിടുന്ന് തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ് ഒക്കെ ഉണ്ട്. പക്ഷെ ഈ കുട്ടികൾ അവിടെ എത്തുവോ എന്നുള്ളത് ഒരു അപ്പൊ അവസരങ്ങളിലായിട്ടാണോ അതോ അവസരങ്ങളിലേക്ക് കുട്ടികളെ പോവാൻ വേണ്ടി നമ്മള് കുടുംബം, സമൂഹം, whatever it is അലോ ചെയ്യാത്തതാണോ പ്രശ്നം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അപ്പൊ നമ്മൾ ഏർലി മാരേജ് ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ടി വരും. കാരണം ഒരുവിധം കുട്ടികളൊക്കെ ഇപ്പൊ നമ്മളെ SS കോളേജിൽ തന്നെ പല കുട്ടികളും SS കോളേജ് ഓപ്റ്റ് ചെയ്യാനുള്ള കാരണം അവർക്ക് കല്യാണം കഴിഞ്ഞിട്ടും പഠിക്കാൻ വരാനും പോവാനും സൗകര്യമുള്ള ഒരു സ്പേസ് എന്നുള്ള നിലക്കും കൂടി ആയിരുന്നു. അങ്ങനെ നമ്മളതിനെ കാണണം. ബി.എഡ് കോളേജ് ആണെങ്കിലും പല കുട്ടികളും നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സൗകര്യം കൂടി എടുത്തിട്ടാണ്. പെൺകുട്ടികളുടെ കരിയർ എപ്പോഴും അങ്ങനെയാണ്. പെൺകുട്ടികളുടെ കരിയർ മറ്റതിനെ പോലെ ഭയങ്കര എളുപ്പമായിട്ട് സംഭവിക്കുന്ന ഒരു സംഗതിയല്ല. അതിലേക്ക് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മള് വൺസ് മാരീഡ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൺസ് കുട്ടികളായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല സാധനങ്ങളും കൺസിഡർ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിന് പറ്റുന്ന സ്പേസസ് ആണ് നോക്കുന്നുണ്ടാവുക. എനിക്ക് ഓർമ്മയുണ്ട് ഡോക്ടർ ആബിദ ഫറൂഖിനെ അറിയായിരിക്കും എന്ന് വിചാരിക്കണം അല്ലെ. പുള്ളിക്കാരി ഇവിടെ ഡിഗ്രി തേർഡ് ഇയറിന്റെ സമയത്ത് പുള്ളിക്കാരിക്ക് റാങ്ക് കിട്ടി, 3rd റാങ്ക് കിട്ടി. ആ പരീക്ഷ കഴിഞ്ഞുകൊണ്ട് തന്നെ പുള്ളിക്കാരി പ്രസവിച്ചു. അത് കഴിഞ്ഞ് പുള്ളിക്കാരി പിറ്റേ വർഷം തന്നെ ഇവിടെ PGക്ക് ജോയിൻ ചെയ്തു. PG അന്ന് ഇവിടെ ഫസ്റ്റ് വരുന്ന, അന്ന് MA ഇംഗ്ലീഷ് അവിടെ ഫസ്റ്റ് വരുന്നതാണ്. പുള്ളിക്കാരിക്ക് ഈ ഡിഗ്രിയും വെച്ച് ഈ പറഞ്ഞ റാങ്കും വെച്ചിട്ട് എവിടെയും പോയിട്ട് വേണം ജോയിൻ ചെയ്യായിരുന്നു. പക്ഷെ ഷീ ചോസ് ദർ ബിക്കോസ് ഷീ ഹാഡ് എ വെരി എന്താ പറയാ ഫീഡിങ് ബേബി. ആ ഒരു ബേബിനെയും വെച്ചിട്ട് വേറെ എങ്ങോട്ടും പോവാൻ സാഹചര്യമല്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ ആവുമ്പോൾ പുള്ളിക്കാരിന്റെ ആർക്കെങ്കിലും തറവാടൊക്കെ അരീക്കോടാണുള്ളത് കൊണ്ട്
വരികയും പോവുകയും ചെയ്യാം, ഇടക്ക് റെസ്റ്റ് ചെയ്യാം, പള്ളിയുണ്ട്, അങ്ങനെ കുറെ സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് പുള്ളിക്കാരി ഇവിടെ സെലക്ട് ചെയ്തതാണ്. അപ്പൊ പുള്ളിക്കാരിക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടായിരുന്നില്ല പ്രശ്നം, പുള്ളിക്കാരിക്ക് ആ ഓപ്പർച്യൂണിറ്റി എടുക്കാൻ പറ്റുന്ന ജീവിത സാഹചര്യങ്ങളായിരുന്നു എന്നുള്ളതും കൂടിയാണ് വിഷയം. അപ്പം ഇൻ ദാറ്റ് വേസ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മളിങ്ങനെ ഉണ്ടാവില്ല, നമുക്ക് ഇത്ര ലീനിയർ അല്ല ഈ ക്വസ്റ്റ്യൻസ് ഒന്നും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബട്ട് ഇപ്പൊ അവസരങ്ങൾ കുറേം കൂടി ഉണ്ട്. ഇപ്പൊ നമുക്ക് പിന്നെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാലോ. ലൈക്ക് പൈലറ്റ് ആവാൻ പഠിക്കുന്ന കുട്ടികളുണ്ട്, മലപ്പുറം ജില്ലയിൽ നിന്ന് നാസയിൽ വരെ എത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്, പല യൂണിവേഴ്സിറ്റികളിലും പോയി പഠിക്കുന്ന കുട്ടികളുണ്ട്, എല്ലാ കുട്ടികളും ഉണ്ട്. അതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ അത് കുറെ കൂടി കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ബിയോണ്ട് മാരേജ് എന്നുള്ളൊരു സാധനത്തിലേക്ക്, മാരേജ് കഴിഞ്ഞാലും പോവാം, കുട്ടികൾ ഉണ്ടാവുന്നത് കുറച്ച് മാറ്റി വെക്കാം, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായിട്ടും ഇങ്ങനത്തെ നെഗോസിയേഷൻസ് നടത്തിയിട്ട് നമുക്ക് പോവാം, കൂടെ ആൾക്കാരെ കൊണ്ടുപോവാം. കൂടെ ആൾക്കാരെ പോയാലും പോവാൻ വേണ്ടിയിട്ട് ഫാമിലിനോട് ചോദിച്ചു കഴിഞ്ഞാൽ റെഡി ആവുന്ന ഒരു ഫാമിലി ഉണ്ടായിട്ടുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, പണ്ടതില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവസരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേം കൂടി അങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ളത്. ഹയർ എഡ്യൂക്കേഷന് പോകുന്ന സമയത്ത് വിമൻ ഇന്നും നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പഠിക്കാനോ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പേഴ്സ്യൂ ചെയ്യാനോ ഒക്കെ തടസ്സങ്ങളൊക്കെ മറികടന്ന ഏതെങ്കിലും സ്ത്രീകളുടെ സ്റ്റോറീസ് എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? ഇതിപ്പോ ഞാൻ ഈ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. നമുക്ക് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ എന്നുള്ള നിലക്ക് പറയാൻ പറ്റില്ല. പെർസ്യൂ ചെയ്യാൻ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പ്രധാന വെല്ലുവിളികൾ എന്നൊക്കെ പറയണത്, നമുക്ക് എഗെയിൻ ഇതൊക്കെ കോണ്ടക്സ്റ്റിലാണ്. ഇപ്പൊ ഒരു പിന്നെ എലൈറ്റ് ക്ലാസ്സിലുള്ള ഒരു എഡ്യൂക്കേഷണലി നല്ല ബോധമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഇത്രയും വെല്ലുവിളികൾ ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല. അതായത് ഫസ്റ്റ് ജനറേഷൻ സ്കോളേഴ്സോ അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ അക്കാഡമിക്സിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികൾക്കും ചിലപ്പോ അവിടുന്ന് തന്നെ കുറെ പെൺകുട്ടികൾ അങ്ങനെ പോയിട്ടുണ്ടെന്നുള്ള പെൺകുട്ടികൾക്കും ആ ഒരു കുടുംബങ്ങളിലൊക്കെ ഉള്ള സാധനങ്ങളിൽ വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളോടാണ് എനിക്ക് അറ്റാച്ച് ചെയ്ത് പറയാനുള്ളത്. വെല്ലുവിളികൾ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഇപ്പോഴും നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന മാരിറ്റൽ പ്രാക്ടീസസിനോട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റാണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ്. എന്റെ തിസീസ് ഏതാണ്ട് ഈ പറയുന്ന ഒരു ഏരിയകളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സംഗതിയായിരുന്നു. അപ്പൊ വട്ടെവർ, ഇപ്പം എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട്, പുള്ളിക്കാരിക്ക് +2 ഫുൾ A+ ആയിരുന്നു. അന്ന് +2 ഫുൾ A+ കിട്ടുന്ന കാലമല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുന്നാണ്. ഇപ്പൊ എല്ലാവർക്കും കിട്ടുമായിരിക്കും, ബട്ട് ആ കുട്ടിക്ക് ഫുൾ A+ ആയിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് എന്നോട് ആ കുട്ടി സംസാരിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, ആ കുട്ടിക്ക് ഇന്ന രീതിയിലാണ് പെർസ്യൂ ചെയ്യേണ്ടതെന്നുള്ളത് അറിയായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം പുള്ളിക്കാരി എന്തോ ഒരു കോഴ്സിന് ചേർന്നു. അടുത്ത വർഷം പുള്ളിക്കാരിന്റെ കല്യാണം കഴിഞ്ഞു. ഓക്കെ, 2 വർഷത്തിനുള്ള അയാൾക്ക് കുട്ടിയെ. അപ്പൊ അതാണ് സംഭവിച്ചത്. പിന്നെ ആ കുട്ടി പഠിച്ചില്ല, അതാണ്. അപ്പൊ ഇവിടെ വെല്ലുവിളി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ബിലോങ് ചെയ്യണ ഒരു ഫാമിലി അങ്ങനെയായിരുന്നു. ആ കുട്ടിക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, സോഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലിന്നല്ല ആ കുട്ടി ബിലോങ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഭയങ്കര ലോവർ ക്ലാസ് ഫാമിലി എന്നുള്ള ഒരു സിംഗിൾ പാരന്റ് ആയിട്ട് അമ്മ വളർത്തുന്ന, അമ്മ ഒരു ഹൗസ് മെയ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഡൊമസ്റ്റിക് ഹെൽപ്പർ ആയിരുന്നു ഉമ്മ. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ വെല്ലുവിളികളെ എങ്ങനെ നേരിടാൻ പറ്റും എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഈ വെല്ലുവിളികളൊക്കെ ഇവിടെ പോവർട്ടി പറയണ, എന്താ പറയാ, ക്ലാസ്, ആ സാധനങ്ങളൊക്കെ നമ്മളിപ്പോ ഈവൻ പറയുകയാണെങ്കിൽ നമ്മളെ ഫിസിക്കൽ അപ്പിയറൻസ് വരെ ഇതിനൊരു വെല്ലുവിളിയാണ്. അപ്പൊ ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഉണ്ട് വെല്ലുവിളി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കല്യാണം കഴിക്കാണ്ട് പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞത് തന്നെ അവരെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. ഒക്കെ ഇത് ബോഡി പൊളിറ്റിക്സ് ആണ്. നേരെ ഓപ്പോസിറ്റ് അങ്ങനെ അല്ലാത്ത ആളുകൾക്കും ഇതേ സാധനം തന്നെയുണ്ട്. സോ ഇറ്റ് ആക്ച്വലി എന്ന് പറഞ്ഞ വെല്ലുവിളികൾ ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഇന്റർസെക്ഷൽ ആണ് എന്നുള്ളതാണ്. നമ്മളെ സൊസൈറ്റിയായിട്ടും നമ്മളെ ഫാമിലിയായിട്ടും എഡ്യൂക്കേഷനും നമ്മുടെ സംഗതികളെല്ലാം ഇതിൽ ഇടപെടുന്നുണ്ട് ഈ വെല്ലുവിളികളിൽ എന്നുള്ളതാണ്.
അല്ലാതെ അവസരങ്ങൾ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഇല്ലാത്തതൊന്നും അല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. അതൊക്കെ ഇവിടെ ഉണ്ട്. അത് ഉണ്ടാക്കാൻ വേണ്ടി ഇനിയും ആളുകള് എന്താ പറയാ ഇവിടുത്തെ സാമൂഹിക സംഘടനകളും പൊളിറ്റിക്കൽ സംഘടനകളും ഇടപെടുന്നൊക്കെ ഉണ്ട്. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് അവിടേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ പെൺകുട്ടികളെ നെഗോഷിയേറ്റ് ചെയ്യാനും പുഷ് ചെയ്യാനും ഉള്ള ഫോഴ്സ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് എനിക്ക് കുറച്ച് ഡൗട്ട്ഫുൾ ആണ്. നമ്മൾ വളരെ ലോവർ ക്ലാസ്സിൽ നിന്ന് വരുന്ന ഒരാള് ഒരു വലിയ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് അതിലേക്ക് എത്തിപ്പെടാൻ അതേ ഏജിലുള്ള ഒരു കുറച്ചും കൂടി എലൈറ്റ് ക്ലാസ്സിലുള്ള ഒരു കുട്ടി ചെയ്യുന്ന ഒരു ഫൈറ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ആ രണ്ടാൾക്കാർക്കുള്ള വെല്ലുവിളികൾ രണ്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, പ്രീവിയസ് ജനറേഷനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ യങ്ങർ ജനറേഷന്റെ എഡ്യൂക്കേഷൻ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് തോന്നിയിട്ടു? ഞാനത് പറഞ്ഞു. എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞാൽ എഡ്യൂക്കേഷന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എങ്കിൽ അതിവിടെ ഉണ്ട്. നമ്മളെ പരിസര പ്രദേശത്ത് തന്നെ ഉണ്ട്. അതില്ല നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ പിന്നെ അതിലെങ്ങനെ നേരത്തെ പറഞ്ഞില്ലേ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് പെർസ്യൂ ചെയ്യാനൊക്കെ തടസ്സങ്ങൾ മറികടന്ന് സ്റ്റോറീസിനേക്കാളും കൂടുതൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് സെൻസസ് എടുത്ത് നോക്കൂ, 2011 സെൻസസ് എടുത്ത് നോക്കൂ. മലപ്പുറം ജില്ലയിൽ നിന്ന് പഠിക്കുന്ന ഹയർ എഡ്യൂക്കേഷൻ നേടിയ പെൺകുട്ടികളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ്, ആൺകുട്ടികളെക്കാളും കൂടുതൽ. പക്ഷെ അതേസമയം വർക്ക് പാർട്ടിസിപ്പേഷനിൽ എന്താണ് നമ്മൾ പറയാ, ലേബർ പാർട്ടിസിപ്പേഷൻ എന്നാണ് പറയാ. ലേബർ പാർട്ടിസിപ്പേഷനിൽ ഇതേ മലപ്പുറം ജില്ലയിലുള്ള പെണ്ണുങ്ങളുടെ എണ്ണം ഭയങ്കര കുറവാണ്. അപ്പൊ ഈ പെൺകുട്ടികൾ എവിടെ പോകണം എന്നുള്ളതാണ്. ഈ പഠിച്ച പെൺകുട്ടികൾ എന്താ ചെയ്യണത് എന്നുള്ള ക്വസ്റ്റ്യൻ ഇപ്പോഴും നമ്മൾ ചോദിക്കണം. അത് റെലവെന്റ് ആണ്. കാരണം അത് എന്താ അവർക്ക് സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മോസ്റ്റ്ലി അവര് ഒന്നുകിൽ ഹസ്ബൻഡിന്റെ കൂടെ മൈഗ്രേറ്റ് ചെയ്യും, ഗൾഫിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വീടുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവര് ചൈൽഡ് റെയറിങ്ങില് മാത്രമായി പോവും എന്നൊക്കെയുള്ള സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് ഈ വർക്ക് ഫോഴ്സിൽ എന്താ പറയാ ലേബർ ഫോഴ്സില് ലേബർ പാർട്ടിസിപ്പേഷനിൽ നമ്പർ ഭയങ്കര കുറവായിട്ട് വരുന്നത്. അപ്പൊ നമ്മള് ജോബ് പെർസ്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് അതത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളൊരു ഡിഗ്രി എടുത്തു, ബി എഡ് എടുത്തിട്ട് നിങ്ങൾ പി എസ് സിയിൽ അത്ര റാങ്കിൽ വരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ ഫാമിലിക്ക് നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് ഒരു ജോലി ഒരു പോസ്റ്റ് വാങ്ങിത്തരാൻ നിങ്ങൾക്ക് പറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അല്ല, നിങ്ങൾ വീട്ടിലിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? കുറച്ചും കൂടെ ഒരു എന്താ എനർജി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ട്യൂഷൻ എടുക്കുമായിരിക്കും, അല്ലെ, പലതരം ട്യൂഷനുകൾ എടുക്കുമായിരിക്കും. അത്രയല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ, അല്ലെ? അപ്പൊ ഇതിന്റെയൊക്കെ ഫാക്ടേഴ്സ് എന്താണ്? അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സംഗതി. ഇപ്പൊ ഞാൻ MSW കഴിഞ്ഞതാണ്. MSW കഴിഞ്ഞിട്ട് ഒരു MSWന്റെ ജോലി സാധ്യതകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ജെൻഡേർഡ് ലേബറിനോട് യോജിച്ചു പോകണമെന്നല്ല. നമ്മുടെ ജോലി സമയം, നേച്ചർ, ഇതൊക്കെ ഓരോ സെറ്റിങ്ങിൽ നിന്നും ഓരോ സെറ്റിങ്ങിലേക്ക് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളും കൂടി മാച്ച് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്ത് പോവാൻ ഭയങ്കര പാടാണ്. അത് എന്റെ ഒരു റിയാലിറ്റിയാണ്, എന്റെ പേഴ്സണലി ഒരു റിയാലിറ്റിയാണ്. അപ്പൊ ഞാൻ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ആ പറയുന്ന കരിയർ ഡെവലപ്മെന്റില് വെല്ലുവിളികളെ മറികടന്ന് സക്സീഡായ വലിയ കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ഏജ്, ആഫ്റ്റർ അറ്റൈനിങ് ഓൾ ദീസ് ഡിഗ്രീസ്, PhD നേടിക്കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ എനിക്ക് PhD നേടിയിട്ട് എനിക്ക് ഇവിടെ ഒരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ, ഒരു അക്കാഡമിക്സ് പ്രൊഫസർ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തെ യൂണിവേഴ്സിറ്റികളിലേക്ക് പോകണം, പുറത്തെ സ്റ്റേറ്റുകളിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണമെങ്കിൽ കൺട്രി വിടണം. അപ്പൊ ദെൻ ഐ ആൾസോ വോണ്ട് എ പ്ലാൻ ഓഫ് അക്കോമഡേറ്റിംഗ് മൈ ചിൽഡ്രൻ ടു. ഇവരും കൊണ്ട് അങ്ങനെ പോവാൻ പറ്റും, ഇവരും കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാ പറ്റുക? ഇതിനൊക്കെ നമുക്ക് ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യാത്തൊരു ഫാമിലിയാണ് എനിക്കുള്ളതെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് ഡിഗ്രി എടുക്കാം, PhD എടുക്കാം. PhD എടുത്ത് വീട്ടിലിരിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ? ദാറ്റ് ഈസ് എ തിങ്. സോ അങ്ങനെ ഒരു പിന്നെ ഇനി അതിന് കുറച്ചും കൂടെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ PSC ഒക്കെ ഇപ്പോഴാണ് ആളുകൾ, നമ്മളെ മലപ്പുറത്തു നിന്നൊക്കെ ആളുകൾ കൃത്യമായിട്ടുള്ള ഓറിയന്റേഷനോട് കൂടിയൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. നമുക്ക് അതിനുള്ള ഗൈഡൻസ് ഒക്കെ കിട്ടാൻ തുടങ്ങിയത് ഈ അടുത്താന്നേ ഞാൻ പറയുള്ളൂ. കമ്പയറിംഗ് ടു സൗത്തിലുള്ള നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് മെന്റർഷിപ്പിന് പോലെ ഒന്നും ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല.
ഇനി അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേറെ ഫീൽഡ്സ് ഉണ്ടെന്നും ആ ഫീൽഡ്സ് എക്സ്പ്ലോർ ചെയ്യാമെന്നും ഇങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ള ഓറിയന്റേഷൻ ഒന്നും നമുക്ക് ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നില്ല എന്ന് തന്നെ ഞാൻ പറയും. നിങ്ങളെക്കാളും നിങ്ങളെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള പെൺകുട്ടികളിൽ എത്ര പേര് ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടെന്നും എത്ര പേർക്ക് ഇത്ര ഓറിയന്റേഷൻ, ചിലപ്പോൾ അവരോട് ചോദിച്ചാൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നായിരിക്കും അവരധികം പറയണ്ടാവും. മനസ്സിലായോ? സോ അങ്ങനെ അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗൈഡൻസ് തരാൻ ഫാമിലിന്ന് ആരെങ്കിലും ഉണ്ടോ? അതില്ല. കല്യാണം കഴിച്ച ഭർത്താവിന്റെ ഫാമിലിന്ന് ആരെങ്കിലും ഉണ്ടോ? റെയർ ആയിട്ടുണ്ടാവും, വളരെ റെയറാണ്. അപ്പൊ നമ്മള് പിന്നെ ആയി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ റോളാണ്, റെയറിങ് ഓഫ് ചിൽഡ്രൻ. അത് ഒരിക്കലും ചെറുതെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. യു ഷുഡ് ആൾസോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതായത് റീപ്രൊഡക്ഷൻ റെയറിംഗ് എന്ന് പറയുന്നത് റീപ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റെയർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റും സിഗ്നിഫിക്കന്റും നമ്മളതിന് തോട്ട്ഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് കുട്ടികളെ വളർത്താന്ന് പറയുന്നത്. കാരണം അടുത്ത ജനറേഷനെയാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അത് ആണാണോ പെണ്ണാണോ ചെയ്യേണ്ടത്, ആണും പെണ്ണും കൂടെ ചെയ്യണോ എന്നൊക്കെ ഉള്ളത് ഡിഫറെന്റ് ഒരു സംഗതികളാണെങ്കിൽ കൂടിയിട്ട് അതും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഭാഗത്തിനെ നമുക്ക് നോക്കാൻ പറ്റാണ്ടാവും എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് 10 വർഷം എടുത്തു PhD എന്ന് വെച്ചാൽ അതിന് ഒറ്റ ആൻസർ ഇതിനുള്ളൂ. ഞാൻ ആ സമയത്ത് എന്റെ 2 കുട്ടികളെ പ്രഗ്നന്റ് ആവുകയും പ്രസവിക്കുകയും ചെയ്തു. ഇത് ഒരു വലിയ ചെറിയൊരു കാര്യമല്ല. അപ്പൊ ഇതിന്റെ കൂടെ എനിക്ക് ഇതും കൂടെ ചെയ്തിട്ട് ആ 10 വർഷം 5 വർഷം ആക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. അത് എന്റെ ഒരു ഫെയിലിയർ ആയിട്ടൊന്നും ഞാൻ ഒരിക്കലും മനസ്സിലാക്കൂല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇതൊക്കെ വെല്ലുവിളികളാണ് ഇനിയും അക്കോമഡേറ്റ് ചെയ്യേണ്ട. രീതികൾ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുവെച്ചാൽ എനിക്ക് മനസ്സിലാവാത്തോണ്ടാണ് ചോദിക്കുന്നത്. എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നറിയാം. പൊളിറ്റിക്കൽ സാധനങ്ങള് പൊളിറ്റിക്കൽ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, സോഷ്യൽ ഓർഗനൈസേഷൻസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ലൈക്ക് നമ്മൾ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് പറയണമെങ്കിൽ, ഞാൻ ഒരു പാൻ ഇന്ത്യ കോണ്ടെക്സ്റ്റിലോ അല്ലെങ്കിൽ പാൻ നാഷണൽ ഇന്റർനാഷണൽ കോണ്ടെക്സ്റ്റിലോ ഒന്നും അല്ല പറയുന്നതെങ്കിൽ, കേരളത്തിന്റെയോ അല്ലെങ്കിൽ മലബാറിന്റെയോ ഒക്കെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇനി എമേർജ് ചെയ്ത് വരുന്നുള്ളൂ എന്ന് തന്നെ പറയേണ്ടി വരും. ഉണ്ട് ഇപ്പൊ ചെറിയ ഇപ്പൊ കുറെ കൂടി നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിലേക്കും സോഷ്യൽ വർക്കിലേക്കും അങ്ങനത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്കൊക്കെ സ്ത്രീകൾ കടന്നു വരുന്നുണ്ട്. അവര് സെന്റേർഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ ഇപ്പൊ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു ഇപ്പൊ ആഫ്റ്റർ കോവിഡ് വി കൻ സീ ദാറ്റ്. കാരണം കുറെ കൂടി വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോ പൊളിറ്റിക്കൽ സാധനം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹരിത തന്നെ അങ്ങനെ സ്ത്രീകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്ന ഒരു മൂവ്മെന്റ് ആണ്. ഓക്കെ, പക്ഷെ കമ്പാരിറ്റീവ്ലി റെയറാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്, റെയർ അല്ല കുറവാണ്. കാരണം ഇത്ര കാലമായിട്ട് കേരളത്തിലെ സ്ത്രീകൾ എഡ്യൂക്കേറ്റഡ് ആണ്, കുറെ വർഷങ്ങളായല്ലോ എഡ്യൂക്കേറ്റഡ് ആണ്, എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലാണ്. എന്നിട്ടും ഈ പറയുന്ന കേന്ദ്രങ്ങളിലേക്കൊന്നും സ്ത്രീകള് ആ നമ്പറിനനുസരിച്ച് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് നമുക്ക് സ്ത്രീകൾ മാത്രം കുറ്റം പറയാനും പറ്റില്ല. കാരണം നമ്മളെ സൊസൈറ്റി എത്രത്തോളം അതിനെ ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ ഇടും. നമ്മളെ സൊസൈറ്റി, അതായത് കേരളത്തിലെ സൊസൈറ്റി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളെ അക്കോമഡേറ്റ് ചെയ്യാൻ എത്രത്തോളം എക്യുപ്ഡ് ആണെന്നുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഈ പഠിച്ച പെണ്ണുങ്ങളെ കൊണ്ട് ഇപ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവര് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഇവര് ഡിസിഷൻ മേക്കിംഗ് വേണം എന്ന് പറയും, ഇവര് തർക്കുത്തരം പറയും, അല്ലെ, ഇവര് അങ്ങനെയാണ്. അതുകൊണ്ട് ഇവർക്ക് ഇപ്പൊ പഠിച്ച പെണ്ണുങ്ങള് എന്താ പറയാ തന്റേടികളാണ്, തെമ്മാടികളാണെന്നൊക്കെ ഉള്ള ഒരു സാധനത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഞാൻ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഈ പെണ്ണുങ്ങൾക്കല്ല പ്രശ്നം. ഈ പെണ്ണുങ്ങൾ പഠിച്ച പെണ്ണുങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ അത്ര ഈസി പരിപാടിയൊന്നും അല്ല. ഇവരെ പഠിക്കാൻ വിട്ടു, സംഭവം ശരിയാണ്. പക്ഷെ ഇവർക്ക് ബോധം വന്നു കഴിഞ്ഞാല് ആ ബോധം വന്ന ഒരു സമൂഹത്തിനെ, ഒരു ഗ്രൂപ്പിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പണ്ടത്തെ പോലെ ഈസി ഒന്നല്ല. നിങ്ങൾ അവിടെ ഇരുന്നോളി പറഞ്ഞാൽ അവിടെ ഇരിക്കൂല, മനസ്സിലായോ? അപ്പൊ അതിന് സമൂഹം എക്യുപ്ഡ് അല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിനും എക്യുപ്ഡ് ആവേണ്ടതുണ്ട്.
എന്നുള്ള. അരീക്കോടിൽ നിന്ന് പോയറ്റ്സ്, റൈറ്റേഴ്സ്, ടീച്ചേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾ ഉണ്ടല്ലോ. പോയിറ്റ്സിനൊന്നും പോയിറ്റ്സ് ഉണ്ട്. ലൈക്ക് ഷീസ് റിസൈഡിങ് നിയർ ഹിയർ. പോയിറ്റ് അല്ല, ഷീസ് എ നോവലിസ്റ്റ്. ഹംന ലബീബ് എന്നാണ് ആളുടെ പേര്. അവര് അരീക്കോട്ടുകാരിയാണ്. അതായത് അരീക്കോട്ടിൽ നിന്ന് ഇപ്പൊ അവർ താമസിക്കുന്ന കൊയിലാണ്ടിയാണ്, കല്യാണം കഴിച്ചത് അങ്ങോട്ടാണ്. പക്ഷെ പുള്ളിക്കാരി 2 ബുക്കിന്റെ ഓതറാണ്. ഓക്കെ, എനിക്കിപ്പോ എന്റെ ജനറേഷനിലുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പെട്ടെന്ന് വന്നത് പുള്ളിക്കാരിനെയാണ്. ഓക്കെ, അപ്പോ ഇനി ഉണ്ടാവുമായിരിക്കും, നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇല്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. റൈറ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ഒക്കെ ആയിട്ടുള്ള ടീച്ചേഴ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളൊന്ന് എണ്ണി നോക്കി നടന്നോക്കി എല്ലാ വീടുകളിലും ടീച്ചേഴ്സാണ്. ടീച്ചിങ് എന്ന് പറയുന്നതിനെ അരീക്കോട് ഒരു ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആയിട്ടാണ് കണ്ടിരുന്നത്. അതായത് പഠിച്ച പെണ്ണുങ്ങള് ജോലിക്ക് പോകണം. എന്ത് ജോലി? ടീച്ചർ. അതിന്റെ അപ്പുറത്തേക്കില്ല ഇല്ല, ടീച്ചർ ആവാം. അപ്പൊ നിങ്ങൾക്ക് പണ്ട് മുതലേ ടീച്ചേഴ്സിനെ നമുക്ക് കൂടെ കാണാൻ പറ്റും എന്നുള്ള. ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകളുടെ ശബ്ദങ്ങൾ ഇൻ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ പുരുഷന്മാരുടേതുപോലെ ബഹുമാനിക്കപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമ്പാരിറ്റീവ്ലി ലെസ്സാണ്. അതായത് പുരുഷന്മാരുടേത് പോലെയാണല്ലോ ചോദിച്ചത്. ആ ചോദ്യം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറയും പുരുഷന്മാരുടേത് പോലെ ചിലപ്പം ഇല്ല എന്ന് പറയും. ഇപ്പൊ ഇന്നിപ്പോ ഞാൻ രാവിലെ സിത്താര കഥാകാരി ഉണ്ടല്ലോ, സിത്താര, പുള്ളിക്കാരിന്റെയും അതേപോലെ നമ്മളെ ഊർവശി ഉണ്ട്, ഊർവശി, പുള്ളിക്കാരിന്റെ ഇന്റർവ്യൂസ് കേൾക്കായിരുന്നു. ഊർവശി അടുത്ത് ചോദിച്ചല്ലോ, കേന്ദ്ര ഗവൺമെന്റിന്റെ അവാർഡ് പ്രഖ്യാപിച്ചപ്പം സഹനടി എന്നുള്ള സാധനം വന്നപ്പം പുള്ളിക്കാരി ചോദിച്ചില്ല എന്താ ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്ന് ചോദിച്ചല്ലോ. അപ്പോ ആ ചോദ്യത്തിൽ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊരു അർത്ഥത്തിൽ സ്ത്രീകൾ കുറെ ഇപ്പൊ പുള്ളിക്കാരിന്റെ ഒക്കെ ഒരു ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അച്ചീവ്മെന്റ് എന്ന് പറയാം, അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള കുറെ റോൾസ് ചെയ്തിട്ടുള്ള ആളാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലക്ക്. പക്ഷെ അതേ സമയം തന്നെ പുള്ളിക്കാരി ആ രീതിയിൽ പ്ലേസ് ചെയ്യുന്നുണ്ടോ, ആ രീതിയിൽ അതിനെ അക്നോളജ് ചെയ്യുന്നുണ്ടോ സമൂഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പുള്ളിക്കാരിക്ക് തന്നെ ചിലപ്പോൾ ഡൗട്ട് ആയിരിക്കും. അതുകൊണ്ടാണല്ലോ എപ്പോഴും പുള്ളിക്കാരി സഹനടി ആവുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു സമൂഹമാണ് നമ്മുടേത്. പക്ഷെ ഇപ്പം കുറേം കൂടി അത് എന്താ പറയാ നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട് പെണ്ണുങ്ങൾ തന്നെ എന്നുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സിനിമയിലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ WCC ഒക്കെ ചെയ്യണത് തന്നെയാണ്. അവരുടെ വർക്കിനെ അക്നോളജ് ചെയ്യണമെന്നും അവര് പറയുന്നതിനെ അക്നോളജ് ചെയ്യണമെന്നും ഒക്കെ അവരിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എഴുത്തുകാരികളും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ജയദേവിക്കാണെന്നുണ്ടെങ്കിലും സാറാ ജോസഫ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ ഹലീമ ബീവിനെ എടുത്ത് നോക്കിയാലും ഹലീമ ബീവി ചെയ്ത വോളിയം ഓഫ് വർക്കിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരിനെ ആരും അക്നോളജ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പുസ്തകം എഴുതേണ്ടി വന്നത് എന്നുള്ളതാണ് എന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു, നമ്മുടെ അൾട്ടിമേറ്റ്ലി ഒരു പെട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ പെട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഈ സംഗതിയിലൊക്കെ ചേഞ്ചസ് വരണം എന്നുണ്ടെങ്കിൽ അതിലുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. റീക്ലെയിമിങ് ദ സ്പേസസ്, റീക്ലെയിമിങ് ദ നെയിംസ് എന്നുള്ള സാധനം ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്കത് വേണം, ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് മിണ്ടാണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കേൾക്കണം, അത് അറിയണം, അത് ആളുകൾ കേൾക്കുന്ന വേണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവണ. ഇത്രയും കാലം ഇതിൽ ഇടപെടുകയും ഒക്കെ ചെയ്തിട്ട് അതിനൊരു ചെറിയ എക്സാമ്പിൾ മദർഹുഡ് തന്നെയാണ്. നമ്മൾ മദർഹുഡിൽ എത്രത്തോളം റെയറിങ്ങിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. പക്ഷെ പേര് വരുമ്പോ അതിൽ മദേഴ്സ് ഉണ്ടാവാറില്ലല്ലോ. ഇപ്പൊ നോക്കൂ, ഈ പറയുന്ന സാധനങ്ങളിൽ മുഴുവൻ നിങ്ങൾ നോക്കൂ, ഇതിൽ ഫുള്ള് ഡോട്ടർ ഓഫ് അബ്ദുൽ സലാം എന്നുള്ളതായിരിക്കും. എന്റെ ഉമ്മയാണ് എന്റെ ലൈഫിൽ പ്രധാനമായിട്ടുള്ള കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. ഞാൻ എല്ലാ വേദികളിലും ഇത് പറയും ചെയ്യും പോയിട്ട് എവിടെ എന്റെ ഉമ്മാന്റെ പേര് എന്നുള്ളത്. സോ അത് പേരില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് സൊസൈറ്റി അങ്ങ് തീരുമാനിക്കാം. അപ്പൊ നമ്മൾ പറയേണ്ടി വരും നോ, ദാറ്റ് ഇസ് നോട്ട് ഓക്കെ. മദർഹുഡ് ആണെങ്കിലും മദർഹുഡിനെ പോലും നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയാ മാർജിനലൈസ് ചെയ്യാനൊന്നും പറ്റൂല. അത് കൊടുക്കേണ്ട പേര് കൊടുക്കേണ്ട സ്ഥലത്ത് തന്നെ കൊടുത്തിരിക്കണം എന്നുള്ളത് അത് ക്ലെയിം ചെയ്യുന്ന വേണ്ടിയതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോഷ്യൽ മീഡിയ എങ്ങനെയാണ് സ്ത്രീ
ഭയങ്കര സ്ട്രോങ് ആയിട്ട് സ്വാധീനിക്കുന്നുണ്ട്, ഭയങ്കര സ്ട്രോങ് ആയിട്ട്. അത് ആഫ്റ്റർ കോവിഡിന് ശേഷമാണ്, ആഫ്റ്റർ കോവിഡാണ് ഞാൻ കുറച്ചും കൂടെ അത് ഞാൻ എവിഡന്റ് ആയിട്ട് മനസ്സിലാക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയ പെർസ്പെക്റ്റീവിനെ സ്വാധീനിക്കുന്നത് മാത്രമല്ല, പെർസ്പെക്റ്റീവ് ഉണ്ടാക്കുന്നതിലേക്ക് സ്ത്രീകൾ ഇടപെടുകയും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയില്ലേ. ഒരു പെണ്ണിന് ആ പെണ്ണ് നേരിടുന്ന അനീതി ഫേസ്ബുക്കിൽ എഴുതാം, പബ്ലിഷ് ചെയ്യാൻ ആരും വേണ്ടല്ലോ. പണ്ട് പബ്ലിഷ് ചെയ്യാൻ ആൾക്കാർ വേണമായിരുന്നു. ഏതെങ്കിലും മാസികകളോ പത്രങ്ങളോ ഒക്കെ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചാൽ മാത്രമേ അത് ചെയ്യുള്ളായിരുന്നു. ഇപ്പൊ പബ്ലിഷിംഗ് എന്നുള്ള സാധനം തന്നെ മാറിയതോടുകൂടി ആൾക്കാർക്ക് പറയാനുള്ളത് പറയാം എന്നുള്ള രീതികളിലേക്കായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം പിന്നെ മൈക്രോ ലൈഫുകളിലുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും പലതിലും നമ്മളിപ്പോ നടന്നു കൊണ്ടുപോകുന്ന സ്ട്രക്ചറിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും അതിങ്ങനെയല്ല വേണ്ടത് അങ്ങനെയെന്ന് പറയാനും ഒക്കെ പെണ്ണുങ്ങൾ ഇടപെട്ടും തുടങ്ങിയിട്ടുണ്ട്. അത് പെണ്ണുങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായത്, ഞാൻ ഫേസ്ബുക്കിൽ എഴുതുന്ന നല്ല ആക്റ്റീവായിട്ട് എഴുതുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എനിക്ക് പല പെണ്ണുങ്ങളും മെസ്സേജ് അയക്കുമായിരുന്നു മെസ്സഞ്ചറിൽ. ഇവരെന്താ മെസ്സേജ് അയക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് ആണ്, നമുക്ക് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ റിഫ്ലക്റ്റീവ് ആയിട്ടായിരിക്കും എഴുതുന്നുണ്ടാവുക, എന്റെ ലൈഫ് എന്നുള്ള ഒരു സാധനമായിരിക്കും എഴുതുന്നുണ്ടാവുക. പക്ഷെ ഇതേ സാധനം തന്നെ അനുഭവിക്കുന്ന പല ആളുകളും ഉണ്ട്. വെച്ചാൽ ഞാൻ ഒന്നല്ല, പല ആളുകളും ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇത് എഴുതുമ്പം അവര് ഇത് തിരിച്ചറിയാണ്, ദിസ് ഈസ് സംതിങ് ഹാപ്പനിങ് ടു മൈ ലൈഫ് ആൾസോ, അല്ലെങ്കിൽ മൈ ദിസ് ഫിയർ ആൾസോ. ഇതിനെ കുറിച്ചുള്ള ബോധം അവിടെ ഉണ്ടാവുകയാണ്. മനസ്സിലായോ? ഈ പറയുന്ന സാധനങ്ങൾ തടയാൻ ആർക്കും പറ്റില്ല. അതാണ് ഇതിന്റെ രസം. ഇത് കോപ്പി ചെയ്യപ്പെടും, വാട്സാപ്പിലൂടെ സ്പ്രെഡ് ചെയ്യപ്പെടും. ഇത് ഇങ്ങനെ എന്താ പറയാ, നമുക്കിതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ. അപ്പൊ അത് അതിന്റെ ബ്യൂട്ടിയാണ്. ചിലപ്പോൾ അതിന്റെ നിങ്ങൾ ഡിസഡ്വാൻറ്റേജസും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഫിൽട്ടർ ചെയ്യാതെ ഈ ബോധ്യങ്ങളെയൊക്കെ റീഅനലൈസ് ചെയ്യാതെ നമ്മൾ ഇന്റേണലൈസ് ചെയ്യുകയും ചെയ്യാം. ഈ പറഞ്ഞത് ശരിയാണല്ലോ എന്നും വിചാരിച്ചിട്ട് നമ്മളെ ഒട്ടും തന്നെ അതിനെ റീഅനലൈസ് ചെയ്യാതെ അയാളുടെ ഐഡിയനെ അതേപോലെ എടുക്കുകയും ചെയ്യാം. അതും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത് ബോത്ത് വേയിലാണ്, ഡിസഡ്വാൻറ്റേജും ഉണ്ട് അഡ്വാൻറ്റേജും ഉണ്ട്. അപ്പൊ കോൺഷ്യസ്ലി ഉപയോഗിക്കുക, കോൺഷ്യസ്ലി ഈ സാധനങ്ങളെ ഉപയോഗിക്കാൻ പഠിക്കുക. ഈ പെർസ്പെക്റ്റീവ്സിനെ ഇതിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മളെ പെർസ്പെക്റ്റീവിനെ എന്നുള്ളതെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തോരം പോസ്റ്റേഴ്സ് വരുന്നുണ്ട്, പോസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിലി റിലേറ്റബിൾ ആവുന്ന പല പോസ്റ്റേഴ്സും ആയിരിക്കും. ചിലപ്പം അത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഒന്നും ആവൂല. അപ്പൊ അത് ചിലപ്പോൾ നമുക്ക് മെന്റൽ പ്രഷർ തന്നെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഇത് പല രീതികളിലാണ്. യെറ്റ് ടു സ്റ്റഡി എന്ന് അറിയില്ല ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് എന്താന്നുള്ളതൊക്കെ. പക്ഷെ നമുക്ക് വിമന്റെ പെർസ്പെക്റ്റീവിനെ അത് മാറ്റുന്നതിലൊന്നും നമുക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. സൊസൈറ്റിക്ക് അത് തടയാനൊന്നും നമുക്ക് പറ്റൂല. ഏത് തരത്തിലുള്ള കരിയർ, ലീഡർഷിപ്പ് അതുപോലെ വിദ്യാഭ്യാസം ഒക്കെ നേടാനാണ് ഇപ്പോഴത്തെ യങ് വിമൻ എയിം ചെയ്യുന്നത്? എനിക്കറിയില്ല, എനിക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ വാണ്ട് ടു സേ സംതിങ് ദാറ്റ് യങ് വിമന്റെ ഒരു കരിയർ, ലീഡർഷിപ്പ്, ഈ സംഗതികളൊന്നും മറ്റുള്ളവർക്ക് ഇപ്പൊ ഡിഫൈൻ ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. അത് അവർ തന്നെ ഡിഫൈൻ ചെയ്യുന്ന കപ്പാസിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലവര് കോൺഷ്യസ്ലി വീട്ടിലിരിക്കാൻ വിചാരിക്കുന്നവരുണ്ട്. ട്രാഡ് വുമൺ ഒക്കെ ആവാനും വിചാരിക്കണം. ട്രാഡ് വൈഫ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോ. ചില ആളുകളിൽ ഇപ്പോ യൂട്യൂബ് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ലൈഫിനെ കണ്ടന്റ് ആക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം പെളിമണിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിലും കുറെ യൂട്യൂബ് ചാനലുകളൊക്കെ പാരന്റിങ്ങിനെയും ഒക്കെ ഇത് ചെയ്യുന്നതുണ്ട്. സോ ഇതൊക്കെ എന്താ പറയാ എല്ലാം. ആൻഡ് വൺ മോർ ഈസ് ദാറ്റ് മണി ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മണി എന്ന് പറയുന്ന സംഗതി. അപ്പം യൂട്യൂബ് നമ്മളെ കണ്ടന്റുകളെ, നമ്മളെ പ്രൈവറ്റ് ലൈഫിനെ കണ്ടന്റ് ആക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള മോട്ടിവേഷനും അവർക്ക് പൈസ കിട്ടുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണല്ലോ. അവർക്ക്
യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാനുള്ള മാധ്യമങ്ങൾ എന്താന്നുള്ളത് അവർ യൂസ് ചെയ്യുന്നു. അതിന് ഇപ്പത്തെ ട്രെൻഡ് ഇന്നതാണ്, അതുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഇത് വേറെ ആർക്കും ഡിഫൈൻ ചെയ്യാനൊന്നും പറ്റില്ല. കുറേയും കൂടി അവര് സ്വന്തമായിട്ട് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു. വെല്ലുവിളികളുണ്ട്, പക്ഷെ കുറേയും കൂടി ഡിഫൈൻ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഇതിൽ ഈ പറയുന്ന കാരിയർ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ലോങ് ടേം സാധനമാണല്ലോ. ആ സാധനത്തിലേക്ക് ഇതൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കുറേയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷെ അവരവരുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ചിട്ടുള്ള കരിയർ എന്താന്നുള്ളതൊക്കെ ആലോചിക്കാനെങ്കിലും പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് യങ് വുമൺ മാറിയിട്ടുണ്ട്. ബട്ട് എന്നാലും അതൊക്കെ പെർസ്യൂ ചെയ്യാൻ പറ്റും, ലോങ് ടേമിൽ പെർസ്യൂ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ഈ പറഞ്ഞ പോലെ അവരൊക്കെ അവനവന്റെ വെല്ലുവിളികളെ നേരിടാനൊക്കെ എത്രത്തോളം പറ്റുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചൊക്കെ ഇരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ലീഡർഷിപ്പിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ കുറെ കൂടി ക്യാമറക്ക് മുന്നിലൊക്കെ പ്രസന്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കണം കുട്ടികൾക്ക്, യങ് വിമന് കുറേയും കൂടി പിന്നെ സ്റ്റേജ് ഫിയറോ ഇൻഹിബിഷനോ അതൊക്കെ ഓവർകം ചെയ്തിട്ടാണ് ഇവര് വരുന്നത് തന്നെ. അപ്പൊ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, ലീഡർഷിപ്പ് പൊസിഷനിലേക്കൊക്കെ വരാന് കുറേയും കൂടി ഈസി ആയിട്ട് അവർക്ക് വരാൻ പറ്റുന്നുണ്ട് എന്നുള്ള അങ്ങനെ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പുരുഷന്മാർക്ക് എങ്ങനെയാണ് സ്ത്രീകളുടെ ശബ്ദങ്ങൾ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സപ്പോർട്ടീവ് റോള് വഹിക്കാറുള്ളത്? വളരെ നന്നായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇതെങ്ങനെ കാണണം, ഈ സൊസൈറ്റി എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും ഉള്ള സൊസൈറ്റിയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാട്രിയാർക്കലാണ് ഇതിന്റെ ഇപ്പത്തെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. ഒരു കുറേയും കൂടി പുരുഷ കേന്ദ്രീകൃതം തന്നെയാണ്. ഇപ്പോഴും അതങ്ങനെ മാറിയിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താന്ന് വെച്ചാൽ ഈ സൊസൈറ്റിയിൽ മൊത്തത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ സ്ത്രീകൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, അതായത് സ്ത്രീകളോടുള്ള പെർസ്പെക്റ്റീവ് മാറണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ഈ പറഞ്ഞ ചേഞ്ചിൽ എല്ലാവരും ഈ പറഞ്ഞ മൂവ്മെന്റിൽ, ചേഞ്ച് മേക്കിംഗ് പ്രോസസ്സിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ അതിന് പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ സ്ത്രീകളുടെ കാര്യം സ്ത്രീകൾ പറയുന്നതിനേക്കാളും കൂടുതൽ അക്നോളജ്മെന്റ് കിട്ടുക അതേ സാധനം പുരുഷന് പറയുമ്പോഴായിരിക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ബിക്കോസ് ഓഫ് പവർ പ്ലേ ആണ്. പുരുഷന്റെ ശബ്ദത്തിന് കുറേയും കൂടി ഒതന്റിസിറ്റി ഉണ്ട്, കുറേയും കൂടി ആളുകൾ അതിനെ ഇപ്പോഴും ബഹുമാനിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ പറഞ്ഞ അതേ സാധനം തന്നെ നിങ്ങളെ പാപ്പ ചിലപ്പോ പറയുമ്പോ കുറച്ചും കൂടി ഇതുണ്ടാവും. അതന്നെയാണ് സംഭവം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കല്യാണം കഴിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെ ഇതിനെ കുറിച്ച് ആശയങ്ങൾ, കൺസെപ്റ്റ് ഒക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞിട്ട് അതിനെ നിങ്ങളെ വീട്ടിലുള്ള ഏതെങ്കിലും പുരുഷൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തോ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമാവും. അത്രേ ഉള്ളൂ കാര്യം. അതേപോലെ തന്നെയാണ് ഇപ്പൊ പാരന്റിങ് നോക്കുകയാണെന്നുണ്ടെങ്കിലും. ഫോർ എക്സാമ്പിൾ നമ്മളെ മക്കളെ നമ്മൾ എത്ര ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാലും ആ ഷേപ്പ് ചെയ്യുന്നതിനോട് നമ്മളെ കോ പാർട്ട്ണർ എങ്ങനെയാണ് അതിനെ സപ്പോർട്ട്, എങ്ങനെയാണ് അതിനോട് നിൽക്കുന്നതിനനുസരിച്ചിരിക്കും അതിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. സോ നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ഐലൻഡിൽ പോയി നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഇറ്റ് ഷുഡ് ബി കം ഫ്രം ബോത്ത് എന്നുള്ളത്. What are your hopes for the next generation of women in Kerala? Hopes for next generation of women in Kerala. ഞാൻ എന്തായാലും ഹോപ്പ്ഫുൾ ആണ്. ആ കാര്യം ഞാൻ പറയാം. എന്താ വെച്ചാല് കുറേയും കൂടി ഈ പറയുന്ന ഒരു നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് പല രീതികളിലും നമ്മുടെ സമൂഹത്തിന്റെ ഒരു രീതിനെ, സ്വഭാവത്തിനെയൊക്കെ മാറ്റാൻ കെൽപ്പുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് എനിക്കറിയാം. ഓക്കെ, അതിനപ്പുറത്തേക്ക് അവരെങ്ങനെ ആവണം എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പക്ഷെ ദേ ആർ ചേഞ്ച് മേക്കേഴ്സ് എന്നുള്ള ഒരു കാര്യം എനിക്കറിയാം എന്നുള്ളതാണ്. സോ അത് ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ത്രീകൾക്കും പല പെൺകുട്ടികൾക്കും പല സംഗതികളെയും ചോദ്യം ചെയ്യാനോ അതിനോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബാർഗെയിൻ ചെയ്ത് നിൽക്കാനൊന്നും മടിയില്ല, പേടിയില്ല, റെസിലിയൻസ് ഉണ്ട്, ആ കാര്യങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ്.
അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരിൽ തന്നെയുള്ള വിശ്വാസത്തിന്റെ പേരിലാണ്. വെച്ചുകഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും അവനവന്റെ ഉള്ളിലുള്ള, ഇപ്പൊ റിൻഷക്കാണെങ്കിൽ റിൻഷിന്റെ ഉള്ളിൽ റിൻഷ് എന്താണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അതിൽ കുറെ കൂടി കോൺഫിഡന്റ് ആണ്. ആ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് അതങ്ങനെ പറയാൻ പറ്റുന്നത് എന്നുള്ള സംഗതി. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടം മനുഷ്യന്മാര് സ്ത്രീകളോട് ഉണ്ടായി വരുന്നു എന്നുള്ളത് ഞാൻ ഭയങ്കര ഹോപ്പ്ഫുൾ ആണ്. ആൻഡ് വൺ മോർ തിങ് ഇസ് ദാറ്റ് ലിമിറ്റ് ചെയ്യാനിപ്പോ വീടിന്റെ ഉള്ളിൽ ഇരുന്നാണെങ്കിലും ലിമിറ്റ് ഇരിക്കുന്ന സ്ത്രീകളാണെങ്കിലും നമുക്ക് നമ്മുടെ ശബ്ദങ്ങൾ പുറത്തെത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ വഴികളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ടത്തിനേക്കാളും വഴികളുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ തീരുമാനിച്ച ഒരാളങ്ങനെ പെട്ടെന്ന് തടയാനൊന്നും പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. രാഷ്ട്രീയത്തിലുള്ള പങ്കാളിത്തം എങ്ങനെയാണ് ഓവർ ദി ഇയേഴ്സ് മാറിയിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇനിയും മാറാനുണ്ട്. കമ്പയറിംഗ് ടു അതർ സെക്ടറിന്റെ നമ്മുടെ ഒരു രാഷ്ട്രീയ എന്താ പറയാ മറ്റു സ്ഥലങ്ങളിലുള്ള പങ്കാളിത്തത്തിനൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും അതിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാവാനുണ്ട് എന്നുള്ളത്. ഇപ്പോഴും നമ്മുടെ മെയിൻ സ്ട്രീം പൊളിറ്റിക്സ് ഒക്കെ മെൻ സെന്റേർഡ് തന്നെയാണ്. അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് ഇപ്പൊ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അതൊരു പവർ പ്ലേ ആണ്. ആ പവർ പ്ലേയില് പിടിച്ചു നിൽക്കാന് ഇനിയും അങ്ങനെ ഒരു മൂവ്മെന്റ് ഒക്കെ ഉണ്ടായി വരേണ്ടതുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് യെറ്റ് ടു കം. ഒന്നോ രണ്ടോ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒരു മമതാ ബാനർജിയോ ഒരു മായാവതി എന്നെ പറയാൻ പറ്റുമോന്ന് അറിയില്ല, ഒരു ജയലളിത ഉണ്ടായി എന്നുള്ളത് അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇനിയും വരേണ്ടത് തന്നെയാണ്. ഓക്കെ, കേരളത്തിൽ അത് അങ്ങനെ ഒരു മുഖ്യമന്ത്രി പോലും നമുക്കില്ല. ഗൗരി അമ്മയ്ക്ക് ശേഷം അങ്ങനെ ഒരു പേര് പറയാൻ പോലും നമുക്കില്ല. അപ്പോ ഇപ്പം നമ്മളെ മലബാർ ഇതിലാണെന്നുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുത്ത് മാർക്സിസ്റ്റ് ആണ് പറയണത്, കുറേം കൂടി ഡെമോക്രസി ഒക്കെ പറയണത് അവരാണ്. പക്ഷെ അവരുടെ ഇടയിൽ തന്നെ ഉണ്ടോ? അവരിൽ തന്നെയുള്ള ആളുകളെ മുഖ്യമന്ത്രിയാക്കാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? അപ്പൊ പവർ പ്ലേ ഞാൻ പറഞ്ഞു വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയവും കംപ്ലീറ്റ്ലി ഒരു പാട്രിയാർക്കൽ രാഷ്ട്രീയമാണ്, മാസ്കുലിൻ രാഷ്ട്രീയ കളികളാണ്. അപ്പൊ അതില് സ്ത്രീകൾക്ക് ഒരു പവർ കിട്ടാന്ന് പറയണത് അല്ലെങ്കിൽ പവർ ഉണ്ടാവുന്ന പൊസിഷനിലേക്ക് ആയി വരിക എന്നൊക്കെ പറയണത് ഉണ്ടാവേണ്ടതാണ്. പക്ഷെ എത്ര സമയം കൊണ്ട് ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ഹാവ് ഹോപ്പ്. ഇപ്പൊ നമ്മുടെ നെജ്മ തബ്ഷീറിലും ഒക്കെ എനിക്ക് നല്ല ഹോപ്പുണ്ട്. ലൈക്ക് അവരൊക്കെ അതിനെടുക്കുന്ന രീതികളിലും അവരുടെ മെത്തഡോളജികളിലും ഒക്കെ ഹോപ്പുണ്ട്. ലെറ്റ് us see. ഫൈനലി, കുടുംബത്തിലും കരിയറിലും സമൂഹത്തിലും മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന യങ് വിമന് നൽകാൻ ആഗ്രഹിക്കുന്ന ഉപദേശം? എനിക്ക് ഉപദേശം ഒന്നും പറയാനില്ല. ഐ ഹാവ് നോ അഡ്വൈസ്. ഓൺലി തിങ് ഇസ് ദാറ്റ് ബിലീവ് ഇൻ യുവർസെൽഫ്. അത് തന്നെയാണ് അത് പേഴ്സൺ സെന്റേഡ് തെറപ്പി തിയറിയിൽ പറയുന്ന, കുറച്ചും കൂടി സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ പേഴ്സൺ സെന്റേഡ് തിയറിയിൽ പറയുന്ന ഒരു സംഗതിയുണ്ട്. ദാറ്റ് എവറി ഇൻഡിവിജ്വൽ ഈസ് എക്യുപ്ഡ്. അവർക്ക് അവരുടെ ഉള്ളിൽ തന്നെ അവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ അതിനനുസരിച്ചിട്ടാണ് ആ തെറപ്പി വികസിപ്പിച്ചിട്ടുള്ളത്. നമ്മളടുത്ത് വരുന്ന ക്ലയന്റിനോട് നമ്മൾ അങ്ങനെയാണ് ഇടപെടേണ്ടത്. അയാൾക്ക് ഇപ്പൊ റിൻഷാണ് മുന്നിലിരിക്കുന്നെങ്കിൽ റിൻഷന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് റിൻഷിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ കഴിവ് ഞാൻ തരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അതിനെ വേണ്ട രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ വേറെ ആളുകളുടെ അസിസ്റ്റൻസ് ചിലപ്പോൾ വന്നേക്കാം. അങ്ങനത്തെ സിറ്റുവേഷൻ ചിലപ്പോൾ പെട്ടേക്കാം. എന്നാലും അതിലെ പ്രധാന വ്യക്തി എന്ന് പറയുന്നത് റിൻഷ് തന്നെയാണ് എന്നുള്ളത്. അപ്പൊ അതേപോലെ ആ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും അതിന്റെ കഴിവൊക്കെ ഉണ്ട്. സ്ത്രീകളും പുരുഷനും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇതിന്റെ പവർ സ്ട്രക്ചർ ഇങ്ങനെ ആയതുകൊണ്ട് പല സമയങ്ങളിലും പല ഇന്റർസെക്ഷൻ ഫാക്ടേഴ്സും, നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് ആവട്ടെ, കാസ്റ്റ് ആവട്ടെ, ചിലപ്പോൾ റിലീജിയൻ ആവാം, ചിലപ്പോ പിന്നെ പോവർട്ടി ആവാം, പല സംഗതികളാവാം. ഈ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നമ്മളെ പൊളിറ്റിക്സ് ഓഫ് കളർ, അപ്പിയറൻസ് പോലും ആവാം. ഇതെല്ലാം തന്നെ ഇതിൽ ഇടപെടും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്.
അത് ഒരു പിന്നെ നമ്മുടെ പോലെയുള്ള ഒരു അൺഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ഇതൊക്കെ നല്ലോണം ഇടപെടും. അപ്പൊ അതിന്ന് നമുക്ക് ഈ പറയുന്ന ഫാക്ടേഴ്സിനോടൊക്കെ നെഗോഷിയേറ്റ് ചെയ്തും ബാർഗെയിൻ ചെയ്തും നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളിൽ തന്നെയുള്ള കോൺഫിഡൻസും ഡിറ്റർമിനേഷനും അത്യാവശ്യമാണെന്നുള്ളതാണ് ഒരു കാര്യം. അതുണ്ടാവുകയാണെങ്കിൽ പല 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 മാറ്റങ്ങളും നമുക്ക് നമ്മുടെ ലൈഫിലും ചുറ്റുപാടെന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു വലിയ സമൂഹത്തിനൊന്നും അല്ല പറയണത്. അറ്റ്ലീസ്റ്റ് എന്റെ ഉമ്മ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് ഞങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായി. എന്റെ വലിയമ്മ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് മൊത്തത്തിൽ ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാവാൻ സഹായിച്ചിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നതാണ്. അത്രക്ക് മതി. പിന്നെ ഈവൻ ഇതുമുണ്ട്, നിങ്ങൾ പാരന്റിങ് വേണ്ടി തീരുമാനിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിലും ഇത് പ്രധാനമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. പാരന്റിങ് ഇസ് നോട്ട് ജസ്റ്റ് റേസിങ് ആർ ചിൽഡ്രൻ, ഇറ്റ്സ് ലൈക്ക് റെയറിങ് നെക്സ്റ്റ് ജനറേഷൻ. അത് വളരെ കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. നമ്മളൊരു പത്തോളജിക്കൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്ങിനെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഉണ്ടാക്കാതിരിക്കുകയാണ് എന്നുള്ള ഒരു സാധനം. അപ്പോൾ ബിലീവ് ഇൻ യുവർ സെൽഫ്, അത്രേ ഉള്ളൂ. വേറെ ഞാൻ അതിന്റെ ഉപദേശങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നോബഡി. യെസ്, ഓക്കെ. അപ്പൊ കഴിഞ്ഞില്ലേ? ഒരു മിനിറ്റ് ഞാൻ So, thank you, Ms. Nurjahan, for sharing your valuable insights on the culture and experiences of women in Areekode. Your perspectives will be very helpful in understanding the community better. We truly appreciate your time and thoughts. Again, from heart, thank you so much for your valuable time.